കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പാസ്റ്റർ ഷാജി വി ജോസഫാണ്. എറണാകുളത്ത് പൂക്കാട്ടുപടിക്കടുത്ത് പഞ്ചായത്ത് കവല എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. അതോടൊപ്പം അവിടെ ഒരു ആശ്രമമുണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാലയമുണ്ട്. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വേല ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ പ്രസംഗകനാണ്, വേദാധ്യാപകനാണ്, എഴുത്തുകാരനാണ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും പാസ്റ്റർ ഷാജി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ബൈബിൾ ക്ലാസ് നമ്മുടെ ഈ ചാനലിലൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പിശാചിന്റെ ശിക്ഷാവിധി, പിശാച് എന്തിന് വ്യാജ സുവിശേഷം രൂപീകരിച്ചു, ഇതിന്റെ പാർട്ട് 2. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന ഷാജി വി ജോസഫ് പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ സ്വാഗതം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പാസ്റ്റർക്ക് നൽകാനുള്ള സന്ദേശം പാസ്റ്റർക്ക് നൽകാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തയേശുവിനോട് ഞങ്ങളെ സൃഷ്ടിക്കുകയും വീണ്ടും ജനിപ്പിക്കുകയും അങ്ങയുടെ മാറിൽ ചേർക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മഹാപദ്ധതിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഭൂമിയിലെ വാതിലുകളായി അങ്ങ് ഞങ്ങളെ നിയമിച്ചാക്കിയിരിക്കുമ്പോൾ, ക്രിസ്തുവിലെ അവയവങ്ങളായി നിയമിച്ചാക്കിയിരിക്കുമ്പോൾ അതിൽ തന്നെ എത്തിച്ചേരുവാൻ, നിലകൊള്ളുവാൻ, അതിൽ തന്നെ നിലനിൽപ്പാൻ ജയം പ്രാപിപ്പിന് ഞങ്ങളെ സഹായിക്കണം. അങ്ങേക്ക് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ ഞങ്ങളോട് തിരിച്ചറിഞ്ഞ് അതിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം, ജയം പ്രാപിപ്പാൻ സഹായിക്കണം. ഇരുളടഞ്ഞ ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ എന്താണെന്ന് അറിയിക്കാത്ത ഈ മണ്ഡലത്തിൽ അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിന്റെ വെളിച്ചമാക്കി അയച്ചു. ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ ജീവന്റെ വെളിച്ചമുള്ളവരായി തീരുന്നു. ആ ജീവന്റെ വെളിച്ചമുള്ളവരായി നിലകൊള്ളുവാൻ ഞങ്ങളെ അവരെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും ഈ ശബ്ദ കാഴ്ച പ്രതിയിൽ അങ്ങേ ശ്രവിക്കുന്ന, ഇപ്പോഴും തുറന്ന് ശ്രവിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. ഞാൻ അങ്ങേടത് മാത്രമല്ലോ അങ്ങേക്ക് ഉപയോഗിക്കാം. ഇതാ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാവിന്റെ ഉത്തരമോ യഹോവയിൽ വരുന്നത് വചനപ്രകാരം സമ്പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. Glory to God. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ഇങ്ങനൊരു ക്ലാസ്സിന് വഴിയൊരുക്കിയ കഥാദാസൻ സജുവിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹമായി വർദ്ധിപ്പിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എപ്പോഴും യേശുവിനെ പോലെ സത്യത്തിന് മാത്രം സാക്ഷി നിൽപ്പാൻ നമ്മളെല്ലാവരെയും ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങളാണ് സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ കുടുംബ വിഷയമാണ്. കുടുംബ വിഷയവുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവ ഇഷ്ടം എന്ന ദൈവരാജ്യം സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ന് നല്ലൊരു പങ്ക് ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. 110 സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ പിതാവോ പുത്രനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗസ്ഥ പിതാവോ കർത്താവായ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നാം മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടെ എന്താണ് ഈ നടക്കുന്നതെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കും. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചയാകരുത്. എന്താണ് ഈ നടക്കുന്നത്? നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് കടന്നു. 110 സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ പേന
യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. സങ്കീർത്തനം 110:1 വായിച്ചേ. 110. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്ക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ശ്രദ്ധിച്ചേ, അതെല്ലാം നമ്മൾ വായിക്കേണ്ടതാണെങ്കിൽ പോലും സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിനോട് പറയുന്ന രംഗമാണിത്. പറയുന്ന രംഗമല്ല, അവിടെ യഥാർത്ഥത്തിൽ പറയുന്ന ഇറ്റ്സ് എ കമാൻഡ്. യഹോവ തന്റെ കർത്താവിനോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലതുഭാഗത്തിരിക്കുക. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം തിരിച്ചറിയണം എന്താണ് ഈ പറയുന്നത്. നാം ഇതൊന്നും തിരിച്ചറിയാതെ ഇന്ന് നാം ഈ കാണുന്ന ശരീര ജീവിതത്തിൽ മാത്രം ഒതുങ്ങി പോവുകയാണ്. നാം ഇപ്പോൾ കടന്നു വരാൻ പോകുന്നത് പിശാചിന്റെ ന്യായവിധിയെ കുറിച്ചാണ്, വ്യാജ സുവിശേഷത്തെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നോർമലി നിങ്ങൾ ചർച്ചകളിൽ കേൾക്കുന്ന കാര്യമല്ല ഇത് ഹെവൻലി ഫാമിലി മാറ്റർ ആണ്. അതോടൊപ്പം തന്നെ ഇറ്റ്സ് എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ ആണ്. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ താല്പര്യമില്ലേ? അതോ ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന രാഷ്ട്രീയം മതിയോ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാനായിട്ട്, നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടോ? ആ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് ഈ ചിലര് ചിരിക്കുവോ, ചിലര് കരയുവോ, ചിലര് വല്ലാത്ത അവസ്ഥയിലേക്കാണ് കണ്ടിട്ടുണ്ടോ? കാരണം ചില സീനൊക്കെ വരുമ്പോ കരഞ്ഞു പോകും ബ്രദറെ. അത് ഒന്ന് കരഞ്ഞു പോകും നമ്മള്. അപ്പൊ ചിലപ്പോ ദേഷ്യം വരും അല്ലെ? നായകനെ, നമ്മുടെ ആളെ ഇടിക്കണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടിക്കാൻ വേണ്ടി ദേഷ്യം വരും. ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കല് ഈ സിനിമയിൽ ഇടി നടക്കുകയാണ്. അപ്പോ നായകന്റെ കയ്യിൽ നിന്ന് കത്തി തെറിച്ചു പോയി. അപ്പോ അവിടെ നായകന്റെ ഇഷ്ടമുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ അരയിലിരുന്ന കത്തി എടുത്തിട്ട് ഒറ്റ ഏറ്, ഇന്നടാ പിടിച്ചോടാ കൊടുക്കടാ എന്നും പറഞ്ഞോണ്ട് കത്തി എന്നുകൊണ്ട് സ്ക്രീൻ കീറിപ്പോയി. അപ്പോ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ കുഞ്ഞുങ്ങളെ? നമ്മള് സിനിമ കണ്ടിരുന്ന് കരയുന്നു, അല്ലെങ്കിൽ നാടകം കണ്ട് രക്തരക്ഷസ്. ഞാൻ ഇന്നലെ എവിടെ പോയപ്പോ രക്തരക്ഷസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് ചെയ്യണം. നാടകം, പണ്ടത്തെ ഒരു നാടകം. അപ്പോ അതിനെക്കുറിച്ച് അത് ഇവിടെ എറണാകുളത്ത് പല സ്ഥലങ്ങളോട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ കഴിഞ്ഞത് പുതിയകാവ് വെളിപ്രദേശത്താണ്. ഇന്നലെ ഞാൻ പോയപ്പോ അതിന് ബോർഡ് ഇരിക്കുന്നതാണ്. അപ്പോ ഇത് ഒറ്റയ്ക്കിരുന്ന് കാണുന്നത് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ വലിയ ഡിമാൻഡൊക്കെ അന്ന്, വലിയ ക്ലെയിം ഒക്കെ അന്നുണ്ടായിരുന്നു. അപ്പോ എന്താ ഈ പറയുന്ന അർത്ഥം? നമ്മളത് കാണാൻ തുടങ്ങുമ്പോൾ അതിനോടങ്ങ് ലയിച്ചു പോവുകയാണ്. ഈ ലോക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഈ സിനിമയിൽ നാം ലയിച്ചു പോയി. ആ നായകന്റെ കയ്യിൽ നിന്ന് കത്തി തെറിച്ചു പോയപ്പോൾ തന്റെ കയ്യിലിരുന്ന കത്തിയെടുത്ത് നായകന് എറിഞ്ഞു കൊടുത്ത് സ്ക്രീൻ കീറിപ്പോയ അവസ്ഥ. അപ്പോ ഇതേപോലെ നമ്മൾ ഈ ലോകത്ത്, ഈ ജഡജീവിതത്തിൽ അങ്ങ് ലയിച്ചുപോയി. ലയിച്ചുപോയി. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ലയിച്ചുപോയി നമ്മള്. ഒരു വൃക്ഷത്തിന്റെ വേര് ഭയങ്കര ആഴത്തിൽ, വളരെ ഉയരത്തിലേക്ക് പോകുന്ന വൃക്ഷങ്ങളുടെയൊക്കെ തായ് വേര് വളരെ ആഴത്തിലേക്ക് പോകും. അതോടൊപ്പം തന്നെ അതിന്റെ സെക്കൻഡറി വേര് വളരെ പരന്നു പോകും. ഇതേപോലെ നമ്മൾ ഈ ലോകത്തിൽ വളരെ ആഴത്തിൽ പോയി. പറിച്ചെടുക്കാൻ ഭയങ്കര പാടാ. ഏത് ലോകം? നൊടി നേരത്തേക്ക് കാണുന്ന ഈ ലോകം. അപ്പൊ നൊടി നേരത്തേക്ക് കാണുന്ന ഈ ലോകത്തിൽ നമ്മൾ ഈ ശരീരത്തിന്റെ താൽക്കാലിക ഗ്ലോറിയും ഈ താൽക്കാലിക രാഷ്ട്രീയവും, 5 വർഷം കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ട താൽക്കാലിക രാഷ്ട്രീയവും, ഒരിക്കലും മന്ത്രി ആയാലും MP ആയാലും MLA ആയാലും നിലനിൽക്കാത്ത, മരണം ഒഴിവാക്കുന്ന, ഇതിലൊക്കെ നമ്മൾ അങ്ങ് ലയിച്ചുപോയി. നിലനിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുമില്ല, യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നില്ല.
എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, ബൈബിളിലെ വചനങ്ങളിലൂടെ കാര്യങ്ങൾ കാണണം. ദൈവത്തിന്റെ വചനം പറയണം. 2 Corinthians 4:18 പറയാണ്, നാം ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, മൊമെന്ററിയാണ്, എന്നാൽ കാണാത്തതാണ് നിത്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാത്തത് കാണാൻ സഹായിക്കുകയാണ്. ഐ ആം എ ലൈഫ് കോച്ച്. ശ്രദ്ധിച്ചാട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ആ ഫേസ് കേട്ടിട്ടുണ്ടാകത്തില്ലായിരിക്കാം. നിങ്ങള് ഒരിക്കല് ഞാൻ യാത്ര പോകുമ്പോൾ ദുബായിൽ നിന്ന് മറ്റേതോ ഒമാനിലേക്കാണ് തോന്നുന്നു, ഞാൻ പ്ലെയിനിൽ യാത്രയാകുമ്പോൾ 2 യൂറോപ്യൻ സൈഡിലിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചപ്പോൾ ഒരു പ്രൊഫഷൻസിനെ കുറിച്ച് ചോദിച്ചു. അവരുടെ പ്രൊഫഷൻ എന്നാണ്, ഇന്ന പ്രൊഫഷൻ, എന്റെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഐ എം എ ലൈഫ് കോച്ച്. അപ്പൊ അവർക്ക് പിടുത്തം കിട്ടിയില്ല, എന്റെ ഈ ലൈഫ് കോച്ച് എന്ന് പറയുന്ന സാധനം. അപ്പോ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ക്രിക്കറ്റ് കോച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഫുട്ബോൾ കോച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോ ഇതേപോലെ തന്നെ ഒരു കോച്ചാണ് ലൈഫ് കോച്ച്. ക്രിക്കറ്റ് കോച്ച് ക്രിക്കറ്റ് എങ്ങനെയാണ് കളിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഫുട്ബോൾ കോച്ച് ഫുട്ബോൾ എങ്ങനെയാണ് കളിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ലൈഫ് കോച്ച് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജനത്തിനെ ഈ ജീവിതത്തെ കുറിച്ച് അവർക്ക് അറിയില്ല. എന്താണ് ഈ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെ ഈ ഭൂമിയിലെ ജീവിതം ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോ ഈ ഒരു തലത്തിലുള്ള ഒരു കോച്ചാണ് ഞാൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അപ്പൊ ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത, ബൈബിളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. കാരണം ഞങ്ങളുടെ ലീഡർ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. യേശു കർത്താവ് വന്നപ്പോൾ തന്നെ പറയുന്ന കാര്യം ഇതാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനോ സമൃദ്ധിയായി തരുവാനോ വന്നതെന്ന് പറഞ്ഞേ. പക്ഷെ പലരും അത് ശ്രദ്ധിച്ചില്ല. പലരും ചിന്തിച്ചത് അത് ജാതി മത സംഘടന ഉണ്ടാക്കാൻ വന്നതാണ്. അങ്ങനെയൊന്നുമല്ല. യേശുക്രിസ്തു വന്നത് ജീവൻ തരാനോ സമൃദ്ധിയായി തരുവാനോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ദൈവത്തിന്റെ വചനം 1 Petrus 3:10 പറയുന്നു, നമ്മൾ ചെയ്യേണ്ട എന്നാന്നറിയാമോ? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും ചെയ്യണം. അപ്പോ യേശു തരാൻ വന്നത് ജീവനാണ്, നമ്മൾ ആഗ്രഹിക്കേണ്ടത് ജീവനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന കറൻസിയാണ്. അപ്പോ കറൻസി വേണ്ടെന്നല്ല പറയുന്നത്, കറൻസി ഈ താൽക്കാലിക ജീവിതത്തിലേ ഉള്ളൂ. ആ സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറുള്ള സിനിമയിൽ നായകനും നായികയും നമ്മളും കൂടി ചേർന്ന് അങ്ങ് ലയിച്ചു പോവുകയാണ് അതിൻ്റെ ഉള്ളില്. അങ്ങനെ ലയിച്ചു പോകരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം, ഈ ലോകത്തിലെ എല്ലാ നന്മകളും, നമ്മുടെ ചിന്തയിലെ നന്മകളും, ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ വിഷയങ്ങളും, എല്ലാ കഷ്ടങ്ങളും എല്ലാം തീരും. എങ്ങനെ? നിങ്ങൾ നോക്കി, ആ സിനിമ നിങ്ങൾ കണ്ടപ്പോ ആ സിനിമയിൽ മരഞ്ചുറ്റിപ്പാട്ടുണ്ടായിരുന്നില്ലേ? ആ സിനിമയിൽ സിംഗപ്പൂര് പോയില്ലേ? ആ സിനിമയിൽ നായകൻ ദുബായി പോയില്ലേ? ഒരുപക്ഷെ ആ സിനിമയിലെ നായകൻ നല്ല ഫുഡ് കഴിച്ചില്ലേ? അപ്പൊ തന്നെ നായകൻ കരഞ്ഞില്ലേ? അപ്പൊ നല്ല നല്ല കാര്യങ്ങളും ഉണ്ട്, അതിന് സങ്കടപ്പെടുന്ന കാര്യങ്ങളും ഉണ്ട്. പിന്നെ നായകന് നാളെ ആ ഒരു അനുഗ്രഹം വരുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി ഒക്കെ അതിലുണ്ടായിരുന്നില്ലേ? അപ്പോ ആ സിനിമയിൽ നല്ലതുണ്ടായിരുന്നു, ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ആങ്സൈറ്റി, അതായത് ലഭ്യമാകുമോ ഇല്ലയോ എന്നുള്ള. അതുകൊണ്ടാണ് കർത്താവ് പറയാം, നിങ്ങളുടെ സകല ആങ്സൈറ്റി എന്റെ മേലിട്ടുകൊള്ളുവിൻ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? അതായത് ആ തിയേറ്ററിന്റെ ഉള്ളിൽ വെച്ച്. അപ്പൊ തിയേറ്ററിന്റെ ഉള്ളിൽ വെച്ച് പല വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഭയം ഉണ്ടായിരുന്നു അല്ലെ? അത് പ്രേതത്തിന്റെ സിനിമ ആയതുകൊണ്ട് ഭയം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പല പല സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കിയേ, അതെല്ലാം അവസാനിച്ചില്ലേ? എപ്പോ? സിനിമ അവസാനിച്ചതോടുകൂടെ അതെല്ലാം തീർന്നില്ലേ? അതിന്റെ സന്തോഷവും തീർന്നു, അതിന്റെ സങ്കടവും തീർന്നു, അതിലുണ്ടായ എല്ലാ ആകുലതയും തീർന്നു, എല്ലാ ഭയവും തീർന്നു. എപ്പോ സിനിമ തീർന്നപ്പോ? ഇതേപോലെ നമ്മളുടെ ജീവിതം മരണത്തോടുകൂടി തീരുമ്പോ നമുക്കുണ്ടായത് എല്ലാ നന്മകളും നമുക്ക് തീരും. ഇത് കിട്ടിയോ? വീടുണ്ടായിരുന്നു, കാർ ഉണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, PG ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതൊക്കെ നല്ലതാണ് അല്ലേ? അതോടൊപ്പം തന്നെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടായിരുന്നു, പല പല വിഷയങ്ങൾ ഉണ്ടായിരുന്നു, കണ്ണ് കാണത്തില്ലായിരുന്നു, ഇല്ല പല പല വിഷയങ്ങൾ. ഇതെല്ലാം ഇവിടെ കൊണ്ട് തീരും. എല്ലാ നന്മകളും ഇവിടെ തീരും.
എല്ലാ കുറവുകളും തിന്മകളും ഒക്കെ ഇവിടെ കൊണ്ട് തീരും. സിനിമ അവസാനിച്ചപ്പോ സിനിമയിലെ എല്ലാ സന്തോഷങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ ആകുലതകളും, എല്ലാ ഭയങ്ങളും സിനിമ അവസാനിച്ചതോടുകൂടി തീർന്നതുപോലെ നമ്മുടെ ഈ ജീവിതം തീർന്നതോടെ ഇവിടെയുള്ള സകല വിഷയങ്ങളും തീരും. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ, ഈ ലോകത്തിന്റെ ആ ജീവിതത്തിൽ കുടുങ്ങിപ്പോകരുത്. നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വൃക്ഷം ഇതാ ഭൂമിയുടെ അടിയിലേക്ക് ഇങ്ങനെ വേര് പിടിച്ച് പോയതിനെ പറിച്ചെടുക്കാൻ കഴിയും. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഈ ലോകത്ത് പറിച്ചെടുക്കുക. ഹല്ലേലൂയ. ഈ ലോകത്ത് പറിച്ചെടുക്കുക. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോളാം. 2 കൊരിന്ത്യർ 4:18 വായിച്ച ദേവാസിനെ. 2 കൊരിന്ത്യർ 4:18 വാക്യം. സഭയോട് ഇത് മനസ്സിലാക്കണം. നിങ്ങൾ പ്രാർത്ഥനയോട് ഇരിക്കണം. ഈ വിഷയത്തിന്റെ മുമ്പിൽ ലൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് അകത്തേക്ക് പ്രവേശിക്കത്തില്ല. അവര് പ്രാർത്ഥനയോട് ഇരുന്നെങ്കിൽ മാത്രമേ ഇത് എന്താ ഈ പറഞ്ഞേന്ന് പോലും മനസ്സിലാവുകയുള്ളൂ. 2 കൊരിന്ത്യർ 4:18. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കാണുന്ന ലോകത്തിൽ കുടുങ്ങി പോകരുതെന്ന് ഈ പറഞ്ഞ കാണുന്ന ലോകം താൽക്കാലികമാണ്. ഹല്ലേലൂയ. കാണുന്ന താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, ഞങ്ങൾ കാണുന്നതിനല്ല കാണാത്തത് നോക്കി പാർക്കുന്നു. അതുകൊണ്ട് കാണുന്നതിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേരങ്ങ് പറയട്ടെ. ഇത് ഇപ്പൊ തീരും. നീ ഇപ്പൊ എഞ്ചിനീയർ ആണ്, നീ കളക്ടർ ആണ്, നീ ഏത് രാഷ്ട്രീയ പ്രവർത്തകനാണ്, ആരായിക്കോട്ടെ, ഇപ്പൊ ഈ ലൈഫ് തീരും. അതുകൊണ്ട് കാണുന്നതിൽ പ്രത്യാശ വയ്ക്കാതെ കാണുന്നതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനാണ് ഇവിടെ നിങ്ങൾ ഉപദേശിക്കുന്നത്. എന്നിട്ട് എന്ത് വേണം? കാണാത്തയിലേക്ക് മാറണം. അപ്പൊ നമ്മളിപ്പോ ഫാമിലി മാറ്ററിലേക്ക് പോവാം. ഹെവൻലി ഫാമിലി മാറ്റർ. വീണ്ടും ജനിച്ച കുഞ്ഞുങ്ങളോടാണ് അറിയിക്കുന്നത്. ആരെങ്കിലും വീണ്ടും ജനിക്കാത്തവരുണ്ടെങ്കിൽ, രക്ഷ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, അവരെ ആദ്യമായിട്ട് വരുന്നെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന്, ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറഞ്ഞ് തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ക്രിസ്തുവെ അനുഗമിപ്പാൻ തീരുമാനമെടുക്കുക എന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ജനത്തോടാണ് ഈ ക്ലാസ് സംസാരിക്കുന്നത്. അല്ലാത്ത ജനത്തിന് ഈ ക്ലാസ് ഒന്നും മനസ്സിലാകത്തില്ല. അവർക്കിത് ദോഷത്വമായിട്ട് ഫീൽ ചെയ്യും. രണ്ടാമത്, ഈ ക്ലാസ് ഇത് ലൈറ്റ് ആയിട്ട് എടുക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല. കാരണം യുഗങ്ങൾക്ക് മറഞ്ഞു കടന്ന മർമ്മമാണ് ദൈവം ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നത്. അപ്പോ ഇത് മറവിടങ്ങളിലെ ഗുപ്തനിധിയാണ്. നിങ്ങളുടെ വീടും പരിസരവും സകലതും കൊടുത്താൽ ഇത് കിട്ടത്തില്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ആയിരിക്കണം. പിതാവ് പുത്രനോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കെ. അപ്പോ ആ സംഭവത്തിന്റെ പുറകിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. യേശു ക്രിസ്തുവിന് ശത്രുക്കളുണ്ട്. ശത്രുക്കൾ ഉള്ളത് കൊണ്ട് യേശു ക്രിസ്തുവിന് ഭരണം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി തരാം, അതുവരെ നീ എന്റെ വലതുഭാഗത്തിരിക്കാൻ പിതാവ് പുത്രനോട് കൽപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് വചനത്തിലൂടെ കാര്യങ്ങൾ കടന്നു വരാം. അപ്പൊ കഴിഞ്ഞ സന്ദേശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ജസ്റ്റ് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇത് കമ്പി വാചകത്തിൽ പറഞ്ഞതിലേക്ക് കടക്കട്ടെ. നാം വ്യാജ സുവിശേഷത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. വ്യാജ സുവിശേഷത്തിന്റെ ഉപജ്ഞാതാവ്, അതിന്റെ ഇൻവെന്റർ എന്ന് പറയുന്നത് പിശാചാണ്. നമുക്ക് വ്യക്തതയോടെ കാണാം പിശാച് എങ്ങനെയാണ് വ്യാജ സുവിശേഷം രൂപീകരിച്ചത് എന്ന് വിശുദ്ധ ബൈബിളിലുണ്ട്. പിശാച് ഈ ലോകത്തിലെ പല മത സംവിധാനങ്ങളും ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പല പരിപാടികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും സൃഷ്ടാവായ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ആലോചന നാം അറിയരുത് എന്നാണ് പിശാചിന്റെ ആഗ്രഹം. അപ്പോ മനുഷ്യൻ എപ്പോഴും ദൈവത്തെ തേടിയുള്ള ഒരു യാത്ര മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ പല മനുഷ്യരും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയില് മനുഷ്യന്റെ കോൺസെപ്റ്റ് ദൈവത്തെ കുറിച്ചുള്ളത്. അങ്ങനെ മനുഷ്യന്റെ ഐഡിയയാണ്, ദൈവത്തെ കുറിച്ചുള്ള ഐഡിയയാണ് മതങ്ങളായി കിടക്കുന്നത്. അതിൽ ഓരോ മതങ്ങളിലും ഓരോ ചിന്തകളാണ്.
എന്നാൽ ഇതിനെല്ലാം അപ്പുറം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ളൊരു ചിന്തയുണ്ട്. നമ്മൾ എന്തായിത്തീരണം, അതാണ് ദൈവിഷ്ടം. ആ ദൈവിഷ്ടമാണ് യേശു ക്രിസ്തു, ദൈവപുത്രനായ ക്രിസ്തു ഇവിടെ വന്ന് നമ്മളെ അറിയിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ദൈവം നമ്മളോടുകൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കാലം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെടുക. നിന്റെ അപ്പൻ സൃഷ്ടാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനാകുക. നിന്നെ മനുഷ്യനായ നിന്നെ ദൈവപുത്രനാക്കി ദൈവത്തോടു കൂടെ ഒരുമിച്ച് ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന സന്ദേശമാണ് യേശു ക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം. അപ്പോ എന്നാൽ അതിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ പല തടസ്സങ്ങളും ഉണ്ട്. ആ തടസ്സങ്ങൾ മാറ്റി നമ്മളവിടെ എത്തിക്കുന്ന ആ പ്രോസസ്സാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും. അപ്പൊ ഇപ്പൊ പറഞ്ഞു വന്നത് വ്യാജ സുവിശേഷം എങ്ങനെയാണ് രൂപവൽക്കരിക്കുന്നതെന്നാണ്. അപ്പോ ഇതാ ആ മറ്റുള്ള ആ ഇരുളടങ്ങിയ ഒരു ലോക സമ്പ്രദായം, മതങ്ങളെല്ലാം രൂപീകരിച്ച്, അനേക മതങ്ങൾ രൂപീകരിച്ച്, ഡിനോമിനേഷനൊക്കെ രൂപീകരിച്ച് പിശാച് ഇതാ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നു. എന്നാൽ വ്യാജ സുവിശേഷം എന്ന് പറയുന്നത് ഇതിന്റെ നടുവിൽ നമ്മൾക്ക് ദൈവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരേ ഒരു വഴിയെ സ്വർഗീയ പിതാവ് നൽകിയിട്ടുള്ളൂ. അത് തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ വഴിയാണ്. ആ ക്രിസ്തുവിന്റെ വഴിക്ക് പകരം മറ്റൊരു ക്രിസ്തുവിന്റെ വഴി ഇട്ടു തരികയാണ്. അതായത് ലക്ഷ്യം മാറിയ ക്രിസ്തു. ക്രിസ്തുവിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മളെ സ്വർഗീയ പിതാവിങ്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് യേശുക്രിസ്തു പറയുന്നത്: വഴിയും സത്യവും ജീവനും ഞാനാവുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗീയ പിതാവിങ്കിലേക്ക് എത്തുന്നില്ല. എന്നാൽ മറ്റൊരു ക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സ്വർഗീയ പിതാവിങ്കിലേക്ക് എത്തിക്കത്തില്ല, പകരം തന്നിൽ മാത്രം അവസാനിപ്പിക്കും. പിതാവിങ്കിലേക്ക് പോകത്തില്ല. മനസ്സിലായോ? പിതാവിങ്കിലേക്ക് പോകാതെ തന്നെ അവിടെ നിർത്തും. അപ്പൊ ഇതിനു വേണ്ടി പല അൺക്ലിയർ ആയിട്ടുള്ള ബൈബിൾ വേർഡുകൾ ഉപയോഗിക്കും. അപ്പോ പ്രിയ സഹോദരൻ, ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്: അത് ഞാൻ പ്രസംഗിച്ച ക്രിസ്തു അല്ല, അത് മറ്റൊരു യേശു ആണ്, അത് മറ്റൊരു സുവിശേഷമാണ്, അവിടെ വ്യാപരിച്ചത് മറ്റൊരു ആത്മാവാണ്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ സാത്താൻ നിങ്ങളുടെ മനസ്സ് യഥാർത്ഥ ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്ന് മാറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ യഥാർത്ഥ ഡ്യൂപ്ലിക്കേറ്റ് വ്യാജ സുവിശേഷം എന്ന് പറയുന്നത് യേശു അതിലുണ്ട്, പക്ഷെ ബൈബിളിലെ സ്വർഗത്തിൽ നിന്ന് യേശു അല്ല. സുവിശേഷം അതിലുണ്ട്, എന്നാൽ ഈ സ്വർഗീയ പിതാവോടൊപ്പം ക്രിസ്തുവിൽ നാം ജീവിക്കുന്ന ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും എന്ന ആ ഒരു സുവിശേഷം അല്ല. അവിടെ ആത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന പേരിൽ വ്യാജ രൂപത്തിൽ അതേ കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടുവരികയും പക്ഷെ ലക്ഷ്യം മാത്രം മാറ്റിക്കളയുകയും ചെയ്യുന്ന ആത്മാവാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങളുടെ കയ്യിലെ 500 രൂപ അല്ലെന്നുണ്ടെങ്കിൽ 1000 ദിർഹംസ് അല്ലെന്നുണ്ടെങ്കിൽ $100 ഒക്കെ കയ്യിൽ കിട്ടുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത്, അത് ഒറിജിനൽ തന്നെയാണോ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത് അവനവന്റെ കടമയാണ്. അല്ല എങ്കിൽ ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ ബാങ്കിൽ ചെല്ലുമ്പോൾ പിടിക്കും. ഇതാണ് യേശു ക്രിസ്തു അനേക ക്രിസ്തുക്കളെയൊക്കെ പ്രസംഗിച്ചും കർത്താവായി സ്വീകരിച്ചും ഒക്കെ ചെന്നവരെ നല്ലൊരു കൂട്ടത്തോട് യേശു പറഞ്ഞത്: ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവർക്ക് യേശുവിനെ അറിയാമായിരുന്നു, പക്ഷെ ഒറിജിനൽ യേശു ഇവരെ അറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കുക. വ്യാജ സുവിശേഷത്തിൽ യേശു ക്രിസ്തു മത്തായി 24 4-5 ഭാഗങ്ങൾ വ്യക്തതയോടെ പറഞ്ഞു. ആ വ്യാജ സുവിശേഷത്തിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന പരിപാടി ഉണ്ട്, എന്നാൽ ദൈവ ഇഷ്ടം എന്ന പരിപാടി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. അവിടെ 24 4-5 ഭാഗങ്ങൾ ഇതിന്റെ വീണ്ടും പറയണേ: നിങ്ങൾ ഇത്രയും നാളും കേട്ടിട്ട് നിങ്ങൾ ഇത് കേട്ടില്ല, നിങ്ങളുടെ ചെവിയിലൂടെ ഇങ്ങനെ അങ്ങ് പോയി, ഇതിലൂടെ അങ്ങ് പോയി. അതുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് വീണ്ടും അറിയിക്കുകയാണ്. മത്തായി 24 4-5 ഭാഗങ്ങൾ പറയാണ്. അവർ സജു പറയാന്ന് എടുത്തോട്ടോ. 4-5 ഭാഗം പറയാണ്. മത്തായി 24 4-5 അവർ എന്റെ നാമത്തിൽ വരും. മലയാളം ട്രാൻസ്ലേഷൻ പോലും തെറ്റാണ്. അവർ എന്റെ നാമത്തിൽ വരും, എന്നിട്ട് അവര് പറയും ഞാനാണ് ക്രിസ്തു എന്ന്, എന്നിട്ട് നിങ്ങളെ ചതിക്കും. അപ്പോ ഈ ഭാഗം നമ്മൾ വ്യക്തതയോടെ ഇത് വ്യാജ സുവിശേഷത്തിന്റെ ഭാഗമാണ്. കാരണം അവസാന ലക്ഷ്യം ചതിയിലേക്ക് പോകും. സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് നമ്മൾ പോകത്തില്ല, ദൈവപിതാവുമായിട്ടും ജീവിതവും ഉണ്ടാകില്ല. മത്തായി 24 4-5 അതിന് യേശു ഉത്തരം പറഞ്ഞത്: ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും
ഇതാ നമ്മൾ ശ്രദ്ധിപ്പോ എന്താ പറഞ്ഞേ, വ്യാജ സുവിശേഷത്തെ കുറിച്ച് യേശു പറയാണ്, വ്യാജ സുവിശേഷം നിങ്ങൾ ചതിക്കും, അത് അത് ഇരുട്ടല്ല, അത് കൂരി ഇരുട്ടാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പുറമേ ഉള്ള സെറ്റപ്പുകൾ, ഐഡിയാസ് ഒക്കെ അത് പിശാച് ആവിഷ്കരിച്ച ഇരുട്ടുകളാണ്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് യേശു പ്രസംഗിച്ച് ഇനി ലക്ഷ്യത്തിന് വിപരീതമായ ഒരു സുവിശേഷം ഓടിക്കൊണ്ടിരിക്കുക. അതാണ് വ്യാജം. ലക്ഷ്യത്തിൽ എത്തത്തില്ല, ബാക്കിയൊക്കെ ഉണ്ടാവും. അതിൽ മറ്റൊരു യേശു ഉണ്ടാവും, മറ്റൊരു ആത്മാവ് ഉണ്ടാവും, മറ്റൊരു സുവിശേഷം ഉണ്ടാവും, ലക്ഷ്യം ഉണ്ടാവില്ല, ചതിയായിരിക്കും. അതാ യേശു പറയുന്നത്. ഞാൻ KJV ആണ് വായിക്കുന്നത് കേട്ടോ, KJV മലയാളം ട്രാൻസ്ലേഷൻ കറക്റ്റ് അല്ല. ഫോർ മെനി ഷാൽ കം ഇൻ മൈ നെയിം, അനേകർ എന്റെ നാമത്തിൽ വരും, സേയിങ് ഐ ആം ക്രൈസ്റ്റ്. യേശു ആണ് ക്രിസ്തു എന്ന് അവർ പറയും. ശരിയല്ലേ, യേശു തന്നെയാണ് ക്രിസ്തു. ഇത് വ്യാജ സുവിശേഷത്തിലുണ്ട്. അതായത് കറക്റ്റ് പറഞ്ഞിട്ടാണ് അവർ തെറ്റിക്കുന്നത്. ആൻഡ് ഷാൽ ഡിസ്യൂ മെനി, അനേകരെ ചതിച്ചുകളെ. മനസ്സിലായി, ലക്ഷ്യം തെറ്റിപ്പോയി. പറഞ്ഞത് ശരിയാണ്, പക്ഷെ ലക്ഷ്യം തെറ്റിപ്പോയി. എന്റെ കാരണം പറഞ്ഞാൽ യേശു ആണ് ക്രിസ്തു എന്ന് പറയുക, അതാണ് തുടക്കമുണ്ട്. എന്നാൽ ദൈവ ഇഷ്ടം എന്ന് പറഞ്ഞ സംഭവം അതിനുള്ള ഉണ്ടാവില്ല. ഹല്ലേലൂയ. ഇതാണ് യേശുക്രിസ്തു ന്യായവിധി സമയത്ത് പറയുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ ഓൾറെഡി പല പ്രാവശ്യം ദൈവം എന്നോട് പറഞ്ഞു, ഇനി ചതിക്കപ്പെട്ടത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളത് അവനവന്റെ ഡ്യൂട്ടിയാണെന്ന് പരിശോധിക്കുക എന്നുള്ളത്. അല്ല എങ്കിൽ എല്ലാ പെട്ടിക്കടകളിലും എല്ലായിടത്തും അത് ഓടും, പക്ഷെ ബാങ്കിൽ ചെല്ലുമ്പോൾ മിഷൻ ഇടുമ്പോൾ പിടിക്കും. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു പറയും, ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലെന്ന് പറയും. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം, ജനത്തിന് വ്യാജ സുവിശേഷമാണ് ഇഷ്ടം. എന്താ കാര്യം ഓർക്കുന്നുണ്ടോ മക്കളെ? നിങ്ങളുടെ കാര്യം പറഞ്ഞേ. കാരണം വ്യാജ സുവിശേഷത്തിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ, പിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുക യേശുവിനെ. വ്യാജ സുവിശേഷത്തിൽ ദൈവ ഇഷ്ടം വേണ്ട. ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ കാര്യം പറയും, നിങ്ങൾ ബുദ്ധിഹീനരാകാൻ ദൈവ ഇഷ്ടം ഞാൻ തിരിച്ചറിയാം. വ്യാജ സുവിശേഷത്തിൽ ദൈവ ഇഷ്ടം വേണ്ട. വ്യാജ സുവിശേഷത്തിൽ യേശുവിനെ അനുഗമിക്കേണ്ട. വ്യാജ സുവിശേഷത്തിൽ സ്വയം തെറ്റിക്കേണ്ട. വ്യാജ സുവിശേഷത്തിൽ ക്രൂശ് എടുക്കേണ്ട. വ്യാജ സുവിശേഷത്തിൽ ജയിക്കുന്നതിന് അവകാശമാക്കും, അതും വേണ്ട. വ്യാജ സുവിശേഷത്തിൽ യേശുവിനെ കഥാചരിക്കുക, സ്തുതിച്ചോണ്ടിരിക്കുക. അല്ലേ? കിട്ടിയ ജനത്തിന് ഒരു പ്രയാസമില്ല. കാരണം ജനം കഴിക്കണം ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയല്ലേ. അല്ല, വ്യാജ സുവിശേഷത്തിലെല്ലാം ഫ്രീയാ. കൃപ എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രീയാ. മനസ്സിലാക്കിക്കൊള്ള, സുവിശേഷത്തിൽ ഒരു ഭാഗം മാത്രമേ ഫ്രീ ഉള്ളൂ. ഏതാണ്? രക്ഷ. അത് കാൽവരി, അതിനും വിലയുണ്ട്. യേശു ക്രിസ്തു കാൽവരിയിൽ തന്റെ ജീവൻ കൊടുത്തത് കൊണ്ട് നമുക്ക് സൗജന്യമായി കിട്ടുന്നു. എന്നാൽ ദൈവരാജ്യം സൗജന്യമല്ല, ഞാൻ നിങ്ങൾ അവകാശമാക്കണം. അതിന്റെ വില യേശു ക്രിസ്തു പറയുന്നത് സർവ്വലോകവും, അതായത് ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. അതൊരു മനുഷ്യൻ കണ്ടിട്ട് തനിക്കുള്ളത് മുഴുവൻ വിറ്റാണ് ആ നിധി വാങ്ങിയത്. രക്ഷ സൗജന്യമാണ്, ദൈവരാജ്യം അവകാശമാക്കുന്ന സൗജന്യമല്ല, അതിന് വിലയുണ്ട്. ഹല്ലേലൂയ. അപ്പോ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കുക. നിങ്ങൾ കേൾക്കുന്നതും പോകുന്നതും ഒറിജിനലിന്റെ പുറകെയാണോ എന്ന് അവനവൻ തന്നെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ, എനിക്കിത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് മാറാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് അവനവന് വേണ്ടി അവനവൻ തന്നെ മാറുക. ഇനി ദൈവദാസന്മാരെ കുറിച്ച് നമ്മൾ കേട്ടു. ദൈവദാസന്മാരിൽ നല്ലൊരു പങ്ക് വ്യാജ സുവിശേഷമാണ് അവർക്കും ഇഷ്ടം. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് അതാണ് ഇഷ്ടം. അവര് മാർക്കറ്റ് നോക്കി കാര്യങ്ങളെ കച്ചവടം ചെയ്യുന്നു. നിങ്ങൾക്കറിയാലോ, ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാനൊരു ബിസിനസ്സുകാരനാണ്. കഴിഞ്ഞ 32 വർഷമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ഞാൻ ഈ ലോകപ്രകാരം ഒരു ബിസിനസ് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജനത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജനത്തിന് ഉണ്ടാക്കി കൊടുത്താലേ അവർ മേടിക്കുള്ളൂ, അല്ലെങ്കിൽ അവർ മേടിക്കത്തില്ല. അപ്പൊ ജനത്തിന് ആഗ്രഹം ചീപ്പ് ആൻഡ് ബെസ്റ്റ് സാധനങ്ങളാണ്. അപ്പോ ജനത്തിന് ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കണം, എങ്കിലേ അവർ വാങ്ങിക്കത്തുള്ളൂ. അപ്പോ എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. ദൈവരാജ്യത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് നാം ഉണ്ടാക്കണം, എങ്കിലേ അവിടെ ജയിക്കുള്ളൂ. അപ്പൊ രണ്ടും രണ്ടാണ്. അപ്പൊ ഇത് രണ്ട് തരത്തിൽ ഡീൽ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കോസ് സുവിശേഷം 2:49 ആ ഭാഗങ്ങളിൽ പറയാണ്, ഞാൻ വന്നത് എന്റെ പിതാവിന്റെ ബിസിനസ് ചെയ്യുവാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ പിതാവിന്റെ ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തു പറയാണ്, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എന്താ ചെയ്യണം? ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. അപ്പൊ പിതാവിന്റെ ബിസിനസ്സിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ ജയിക്കുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊള്ളാം. എന്നാൽ ഈ ലോകത്തിലെ ബിസിനസ്സിൽ മനുഷ്യന്റെ ഇഷ്ടം ചെയ്താലേ ജയിക്കുള്ളൂ. ഹലോ, വല്ലതും കേട്ട? എനിക്ക് ജയം പ്രാപിക്കാനുള്ള ഒരു പ്രോബായി പറഞ്ഞേ. ദൈവരാജ്യത്തിൽ ജയിക്കണമെങ്കിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഈ ഭൂമിയിൽ ജയിക്കണമെങ്കിൽ മനുഷ്യന്റെ ഇഷ്ടം ചെയ്യണം. പെട്ടെന്ന് കിട്ടിയോ?
മനുഷ്യന്റെ ഇഷ്ടം ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ സ്റ്റീവ് ജോബ് എന്ന് പറഞ്ഞ ആള് മരിച്ചുപോയി. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു 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 ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയറും കൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ നിന്ന് പുറപ്പെട്ട സംഭവങ്ങളാണ് ഈ ആപ്പിൾ ഐഫോണും കമ്പ്യൂട്ടറും ഒക്കെ. അദ്ദേഹത്തിന് ഈ എയർപോർട്ടിലൂടെ യാത്ര പോകുമ്പോൾ ഓരോ ബുക്ക് ഷോപ്പിൽ ഒരു മുട്ടത്തലേന്റെ ഫേസ് വെച്ചിട്ടുള്ള ഒരു കവർ പേജ് കാണാം, അദ്ദേഹത്തിന്റെയാ. കാരണം അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ പാൻക്രിയാസൽ ക്യാൻസർ ഒന്നും മരിച്ചുപോയി. എന്നാൽ ഈ സമയത്ത് മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ നമ്മൾ ആ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിന്തിച്ചത് എങ്ങനെയാണ്, മനുഷ്യന് എന്താണ് വേണ്ടതെന്ന് അദ്ദേഹം നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട്, മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യം നേരത്തെ കണ്ടിട്ട് അത് മനുഷ്യന്റെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ മനുഷ്യന്റെ ഇഷ്ടം മനുഷ്യന് എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഈ ലോകത്തിലെ ബിസിനസ്സുകൾ. അങ്ങനെയെങ്കിലും അത് ജയിക്കുകയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ദൈവരാജ്യത്തിലെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജയം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നാം ചെയ്യുകയും ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. മറന്നു പോകരുത്, അല്ലെങ്കിൽ തോറ്റുപോകും. ഇതുപോലെയാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണോ? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. അപ്പൊ വളരെ ദേവാസമ്മ ശ്രദ്ധിക്കുക. ലുക്കോസ് 16 അധ്യായത്തിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതാണ് അനീതിയുള്ള കാര്യവിചാരകന്മാർ. ഇന്നത്തെ അനേക ദൈവദാസന്മാര്, ഞാൻ സങ്കടത്തോടെ പറയട്ടെ, അങ്ങനെ എനിക്ക് ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് അവരോട് പറയാൻ വയ്യ. പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാകും, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോ ഞാൻ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇൻഡയറക്റ്റ് ഒക്കെ പറഞ്ഞു നോക്കും, പക്ഷെ ഇവർക്ക് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. ഇതാ ശ്രദ്ധിക്കുക, യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണിത്. ആ അനീതിയുള്ള കാര്യവിചാരണ ഇങ്ങനെയാണ് പറഞ്ഞത്, യജമാനൻ എന്നെ തൊഴിലിൽ നിന്ന് നീക്കിയാലും, അതായത് അനേകരെ ദൈവം ഈ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി, എങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം. എങ്ങനെ? ഈ കസ്റ്റമറെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ അറിയാം. അതായത് ദൈവം എന്നെ ഈ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയാലും വിശ്വാസികളെ പ്രസാദിപ്പിച്ച് എനിക്ക് എങ്ങനെയാണ് വിശ്വാസികളെ കൊണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, അവരെ അനീതിയുള്ള കാര്യവിചാരം പറഞ്ഞ് നീക്കം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ലോകം പുകഴ്ത്തുമായിരിക്കാം, പക്ഷേ ദൈവം അവനെ പുകഴ്ത്തത്തില്ല. അവന് ടൈറ്റിൽ കൊടുത്തു അനീതിയുള്ള കാര്യവിചാരം. എന്നാൽ ആ ഒരു പാരബിൾ പലർക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക, ഇതാ ജനത്തിന് അധികം ഇഷ്ടം വ്യാജസുവിശേഷമാണ്, ദൈവദാസന്മാർക്ക് അധികം ഇഷ്ടം വ്യാജസുവിശേഷമാണ്. ഇതിന്റെ ഇൻവെന്റർ പിശാചാണ്. എന്താണ് ഇതിന്റെ പുറകിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, ഒന്ന്, അവന്റെ ലോകാധികാരം നഷ്ടപ്പെടും ഒറിജിനൽ സുവിശേഷം അപ്പയർ ചെയ്താൽ. 2, അവന്റെ ശിക്ഷാവിധി നടപ്പിലാകും. ഇത് 2 പ്രധാന വിഷയങ്ങളാണ് അവൻ വ്യാജ സുവിശേഷം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതാ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ് ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരു പ്രത്യേക സംഭവമായിരിക്കും ഞാൻ നിങ്ങളെ കാണിപ്പിക്കാൻ ശ്രമിക്കാം. ഇതാ കണ്ടോ, ഈ 3 ബോളുകളെ കാണാം. 3 ബോളല്ല യഥാർത്ഥത്തിൽ. ഇത് നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തേത് ബോളാണ്, കണ്ട, ഇതൊരു ബോളാണ്. രണ്ടാമത്തത് കണ്ട ഒരു ആപ്പിളാണ്. മൂന്നാമത്തത് കണ്ട, ഇത് എന്റെ വീടിന് മുമ്പിൽ ഒരു ഓറഞ്ച് മരം നിൽക്കുന്നുണ്ട്. ഓറഞ്ച് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നത്, പക്ഷെ ഇത് ഓറഞ്ച് ടൈപ്പ് അല്ല. തിന്നു നോക്കിയിട്ട് വേറെ എന്താ പോലെ എനിക്കിതൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഈ സാധനം ആ മുറ്റത്തെ വലിയ നാരങ്ങ. പക്ഷെ ഇതിന്റെ ഉള്ളില് ടേസ്റ്റ് വരുന്നത് ഓറഞ്ചിന്റെ ടേസ്റ്റ് പോലെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇങ്ങനെ ഇത് 3 കാര്യങ്ങൾ ഇതുകൊണ്ട് നിങ്ങളെ ഈ ലോകത്തിന്റെ സെറ്റപ്പ് പഠിപ്പിക്കാനായിട്ട് പോവാം. അപ്പോ ഇതാണ് ഈ ഒരു രംഗമാണ്. നിങ്ങൾ ആദ്യമേ ഇത് കാണുക. ഈ കർത്താവ് പറഞ്ഞ ആ യേശുക്രിസ്തുവിനോട് പിതാവ് കൽപ്പിക്കുന്ന രംഗം മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കാം. ഇത് മൂന്ന് ലോകങ്ങളാണ്. ഓക്കെ, ഇത് മൂന്ന് ലോകങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് ഈ കാണുന്നത് നമുക്ക് മുമ്പ് ഉണ്ടായ പണ്ടത്തെ ലോകമാണ്. ഇതിനെക്കുറിച്ച് വലിയ അറിവ് ബൈബിള് തരുന്നില്ലെങ്കിലും അറിവ് തരുന്നുണ്ട്. ഓക്കെ, ഈ കാണുന്നതാണ് ആപ്പിൾ ലോകം. ഇപ്പോഴത്തെ ലോകമാണിത്, ആപ്പിൾ ലോകം. അതായത്
ഉൽപ്പത്തിയിൽ ഒരു ആപ്പിളുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ ഈ അവസ്ഥയിലായത്. ഇതാ അല്ലെങ്കിൽ പഴമായിട്ട് ബന്ധത്തിൽ. അതുകൊണ്ട് ഇതാ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അത് കാണിക്കാൻ വേണ്ടിയാണ് ആപ്പിൾ വെച്ചത്. അപ്പൊ ഇത് പൊതുവെ ഇതാ ഓറഞ്ച്, ഗ്രീൻ കളർ എല്ലാം ഭംഗിയായി തീരുന്ന, ഇനി ഇപ്പൊ ആയിട്ടില്ല, വരാൻ പോകുന്ന ലോകമാണ് നാം പ്രത്യാശിക്കുന്ന, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഈ കാണുന്നത്. അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഇപ്പൊ പറയാൻ പോണ ശ്രദ്ധിച്ചോളണം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്, ഇതിന്റെ വചനത്തിലൂടെയുള്ള കാര്യങ്ങൾ പുറകെ വരാം. ഈ ആദ്യത്തെ ലോകത്തായിരുന്നത് ദൂതന്മാരാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, മനുഷ്യരല്ല, ദൂതന്മാരാണ്. എന്നാൽ ഈ രണ്ടാമത്തെ ലോകത്ത് ദൈവം ആക്കി വെച്ചത് ദൂതന്മാരെ അല്ല, മനുഷ്യരെയാണ്. ഭൂമിയിലെ കാര്യം പറഞ്ഞേ. ഇനി മൂന്നാമത്തെ ലോകത്ത് ആക്കി വെക്കുന്നത് ദൂതന്മാരെ അല്ല, മനുഷ്യരെ അല്ല. ശ്രദ്ധിച്ചു കേട്ടോളൂ, ദൂതന്മാരെ അല്ല, മനുഷ്യരെ അല്ല. മൂന്നാമത്തെ ലോകം ദൈവം കീഴ്പ്പെടുത്തി തരുന്നത് ദൈവപുത്രന്മാരെയാണ്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇത് ലൈറ്റ് ആയിട്ട് എടുക്കുകയാണ്. ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരുവന് ഇത് അകത്ത് മനസ്സിലാവുകയില്ല. ഹല്ലേലൂയ. ഇത് മറവിടങ്ങളിലെ ഗുപ്തനിധി ദൈവം നിങ്ങൾക്ക് തരികയാണ്. ആദ്യത്തേത് ഈ ബോൾ കാണുന്നു. ഈ ആദ്യത്തെ ലോകം എന്ന് പറയുന്നത് ദൂതന്മാരുടെ ലോകമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് മനുഷ്യരുടെ, നമ്മളുടെ ഇപ്പോഴുള്ള ലോകമാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് വരാൻ പോകുന്ന, ഇപ്പോ ഇല്ലാത്ത, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഹല്ലേലൂയ. അപ്പോ ഇനി ഞാൻ തൽക്കാലം ഇത് താഴെ വെച്ചിട്ട് നമുക്ക് ആദ്യത്തതിൽ നിന്നും തുടങ്ങാം. അപ്പൊ ഇത് മനസ്സിലായി. ഇപ്പൊ നമ്മൾ എന്തിന്റെ പുറകെ പോകുന്നേ? പിശാചിന്റെ ശിക്ഷാവിധി. അതായത് എന്തിനാണ് പിതാവ് ഉത്തരനോട് പറഞ്ഞ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതയോടാക്കി തരാം? അതിന്റെ അർത്ഥം ശത്രു വേറെ ആരുമല്ല, പിശാചും അവന്റെ കൂട്ടരുമാണ്. അവരെയാണ് കാൽക്കീഴിലാക്കാൻ പോകുന്നത്, ആ ശിക്ഷാവിധി നടപ്പിലാക്കാൻ പോകുന്നത്. അവരാണ് ഈ ഒന്നാമത്തെ ഭൂമി വാണിരുന്നത്. കെരൂബ് വർഗമാണ് ഒന്നാമത്തെ ഭൂമി വാണിരുന്നത്. എന്നാൽ ഇന്ന് രണ്ടാമത്തെ ഭൂമി നാം വാഴുന്നത്, ദൈവം ഇതിന്റെ ആധിപത്യം കൊടുത്തിരിക്കുന്നത് മനുഷ്യർക്കാണ്. എന്നാൽ ഈ രണ്ട് കൂട്ടരെയും മാറ്റിയിട്ട് അതായത് കെരൂബുകളെയും, അനുസരണമില്ലാത്ത ദൂതന്മാരെയും അനുസരണമില്ലാത്ത മനുഷ്യരെയും മാറ്റിയിട്ട് ഈ മനുഷ്യർക്ക് ഈ ആപ്പിൾ ലോകം കണ്ടോ, ഈ ആപ്പിൾ ലോകം നടുവിലുള്ള ഈ ലോകം, ഇപ്പോഴുള്ള ഈ ലോകത്തെ മനുഷ്യർക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ അവർക്ക് ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം കൊടുത്തു. അങ്ങനെ ഈ ചെറു ജീവിതത്തിൽ, അതാണ് കാണുന്ന ജീവിതം, നമ്മൾ പറഞ്ഞില്ലേ സിനിമാ ജീവിതം എന്നൊക്കെ പറഞ്ഞില്ലേ, നാടക ജീവിതം, അതുപോലെ സിനിമ തീന്റെ അകത്തേക്ക് കയറി സിനിമ കാണുന്നു, പുതിയൊരു ലോകത്തിലേക്ക് കയറുന്നു, സിനിമ തീർന്നു, ആ ലോകം തീർന്നു, പുറത്തേക്ക് ഇറങ്ങി. ഇതേപോലെ ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് ജന്മദിനവാദത്തിലൂടെ ദൈവം പ്രവേശിപ്പിച്ചു. ഇനി ഇവിടെ വെച്ച് പല കാര്യങ്ങളും കൊണ്ടു. അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. യേശുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഒരു എൻട്രൻസ് പോയിന്റ് ഉണ്ടായിരുന്നു. അതിൽ യഥാർത്ഥത്തിൽ അതൊരു വഴിയാണ്, അതൊരു മതമല്ല, അത് വഴിയാണ്. ദൈവം ഒരുക്കിയ വഴിയാണ്. അതാണ് യേശു പറയുന്നത്, ഞാനാണ് വഴി. എങ്ങോട്ടേക്കുള്ളത്? പിതാവിങ്കിലേക്കുള്ളത്. ആ വഴിയിൽ പ്രവേശിച്ച് യോഹന്നാൻ 1:12 പറയുന്നത് പോലെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും, ശ്രദ്ധിക്കുക, ഇവിടെ മനുഷ്യരുടെ ലോക, ഏത് മനുഷ്യർക്കും ദൈവപുത്രന്മാരാകാൻ അധികാരം കൊടുത്തു. ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ ആരാണ്? ഇവിടെ മനുഷ്യരല്ല, ദൈവപുത്രന്മാരാണ്. ഇവിടെ കെരൂബ് വർഗമാണ് വാണതെങ്കിൽ ഇവിടെ വാഴുന്നത് മനുഷ്യരാണ്. അതായത് ഒന്നാമത്തെ ഭൂമിയിൽ വാഴുന്നത് കെരൂബ് വർഗമാണെങ്കിൽ ഇവിടെ വാഴുന്നത് സാജുവും ഞാനും ഒക്കെ നിങ്ങളെ പോലുള്ള മനുഷ്യരാണ്, മരണമുള്ള മനുഷ്യൻ. എന്നാൽ ഇവിടുന്ന് ജയിച്ച് ഇപ്പുറത്തെത്തുന്നവർ ദൈവപുത്രന്മാരാണ്. മൂന്നാമത്തെ ലോകം ദൈവപുത്രന്മാരാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് സദൂക്യരോടൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക്, അതായത് വരുവാനുള്ള ലോകത്തിലേക്ക് യോഗ്യത പ്രാപിക്കുന്നവർ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ എന്നാ വേണം? യോഗ്യത വേണം. യോഗ്യത പ്രാപിക്കുന്നവർ അവർ ഈ ലോകത്ത് ചെയ്യുന്നതുപോലെ വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. അവർ ശ്രദ്ധിച്ചേക്കണം, അവർ
മനുഷ്യരല്ല, അവരെ കുറിച്ച് പറയാണ് അവർ ദൈവദൂത തുല്യരും. അതായത് ഇത് ജഡരൂപികളല്ല, അവർ ആത്മരൂപികളാണ്. അവർ ആത്മരൂപികൾ. ഇനി അവരുടെ പേര് മനുഷ്യരെന്നല്ല, ദൈവപുത്രന്മാരും എന്നായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സംഭവം മാറുകയാ. ഈ കാണുന്ന കൊച്ചു സിനിമാ ജീവിതം, നാടക ജീവിതത്തിൽ കുടുങ്ങിപ്പോകരുതെന്നാണ് എന്റെ മക്കളോട് പറയുന്നേ. ഇതല്ല ജീവിതം. ജീവിതം യഥാർത്ഥത്തിൽ വരാൻ പോണതേ ഉള്ളൂ. പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് നമ്മുടെ ജീവിതം മാറണം. എടുത്താൻ കിട്ടിയോ? ഇവിടെയൊക്കെ ഭരണാധികാരികൾ മാറുകയാണ്. ഈ 3 ഭൂമിയിലും ഭരണാധികാരികൾ മാറുകയാണ്. ആദ്യത്തേതിൽ കെരൂബ് വർഗം, ദൂതവർഗം, അനുസരണമില്ലാത്ത ഇവന്മാരെ ഒക്കെ ശിക്ഷിക്കാൻ പോവുകയാണ്. ഈ ഭരണത്തെ നേരിട്ട് മാറ്റാൻ പോവുകയാണ്. ഇന്നിപ്പോൾ മനുഷ്യർ വാഴുന്ന മണ്ഡലം, മനുഷ്യരുടെ മണ്ഡലം, മനുഷ്യരാണ് ഇന്ന് ഭൂമിയിൽ. പക്ഷെ ഈ മനുഷ്യരുടെ ഭൂമിയുടെ മുകളിൽ ഭരണം ഇവന്റെയാണ്, പിശാചിന്റേതാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഭൂമിയിലെ മനുഷ്യർ വാഴുന്നുള്ളൂ. മനസ്സിലായോ? ഇതാ കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ഇതാ അപ്പോൾ തന്നെ ഡൽഹിയില് ഇതാ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നു. അങ്ങ് US-ല് ട്രംപ് പ്രധാനമന്ത്രി ആയിരിക്കുന്നു. അത് ഈ ഭൂമിയിലേ ഉള്ളൂ. എന്നാൽ ഇവരുടെയൊക്കെ മുകളിൽ വാഴുന്ന ആത്മതലം പഴയ ഭരണാധികാരിയായ പിശാചിന്റേതാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യർ ചിന്തിക്കുന്നത്, ഈ പിശാച് എന്താ ആഗ്രഹിക്കുന്നത് അതേപോലെയാണ് ഈ മനുഷ്യർ ചിന്തിക്കുന്നത്. എന്നാൽ ഇതൊരു കൊച്ചു സമയമേ ഉള്ളൂ. ഈ മണ്ഡലത്തിൽ ഈ മനുഷ്യർ ഈ പിശാചിനെ തോൽപ്പിക്കുന്നുവെങ്കിൽ, പഴയ ഭരണാധികാരിയെ തോൽപ്പിക്കുന്നുവെങ്കിൽ അവർക്ക് പുതിയ ആകാശവും പുതിയ ഭൂമി ആ മണ്ഡലത്തിലേക്ക് ഇവർക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. ഇത് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. എന്നാൽ ഇന്നത്തെ ഭൂമി എന്ന് പറയുന്നത് അനീതി വസിക്കുന്ന മണ്ഡലമാണ്, പിശാച് വാഴുന്ന മണ്ഡലമാണ്. ഈ പഴയതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ ഇതിനെ കുറിച്ചുള്ള ഗ്ലിംസ് തരുന്നു. പൂർണ്ണ ഐഡിയ നമുക്കില്ല, എങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഗ്ലിംസ് നമുക്ക് തരുന്നു. ഹല്ലേലൂയ. അപ്പോ എല്ലാവരും ഇത് ബേസിക് കാര്യം മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഇത് മനസ്സിലായിട്ട് ഇനി ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചിന്തിക്കാൻ. ഹല്ലേലൂയ. ഈ മണ്ഡലത്തിൽ കയറണമെങ്കിൽ ജയിക്കുന്നവനെ പറ്റുള്ളൂ. ജയിക്കുന്നവന് അവകാശമാക്കും. ഇതാ പറഞ്ഞ ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനും ആയിരിക്കും. ഹല്ലേലൂയ. വായിച്ചേ 2 പത്രോസ് 3:13 വായിച്ചേ. ഹല്ലേലൂയ. എന്നാൽ നാം അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. സഹോദരങ്ങളെ കേട്ടോ, ഞാൻ ഈ പറയുന്നത് ബൈബിളിലുള്ള പലരും ചിന്തിച്ചു ഇതൊന്നും ബൈബിളിലില്ല, ഞങ്ങളുടെ പാസ്റ്റർ അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ. കുഞ്ഞുങ്ങളെ അവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നതല്ല. അവര് നിങ്ങളെ പഠിപ്പിച്ചത് ബൈബിൾ പ്രകാരം ഉള്ളത് പ്രകാരം ഒക്കെ നിങ്ങൾ അനുസരിച്ച് നടന്നാട്ടെ. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി കാണുന്നുണ്ടോ? ഇതിനു വേണ്ടി നാം കാത്തിരിക്കുന്നതെന്ന്. അപ്പൊ ബൈബിൾ നമുക്ക് എന്താ പ്രത്യാശ? ഇന്നത്തെ ഭൂമിയല്ല, ഇന്നത്തെ ആകാശമല്ല, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. മനസ്സിലായോ? അപ്പൊ തന്നെ കുറച്ച് മുകളിലേക്ക് വായിച്ചാൽ ഇന്നത്തെ ആകാശവും ഇന്നത്തെ ഭൂമിയുടെയും കാര്യമാണ് പറയുന്നുണ്ട്. അതിന്റെ 5 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, ഈ പറഞ്ഞ അതേ അധ്യായത്തില് 5 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് 2 പത്രോസ് 3-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ വേറെ ചില വെളിച്ചങ്ങൾ കാണാം. വായിച്ചേ. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച് ന്യായവിധിക്കും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ അതിന്റെ 7-ാം വാക്യം ഒന്നൊരു വായിച്ച്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചതും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. സഹോദരങ്ങളെ, ബൈബിൾ പറഞ്ഞോ, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും. ഒന്ന് പറഞ്ഞേ, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും.
ആ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയുമാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭൂമിയാണ് ഈ കാണുന്നത്. മനസ്സിലായി? ഈ ഭൂമിക്ക് മുകളിലുള്ള ആ മണ്ഡലത്തെയാണ് ഇവിടെ ആകാശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ആകാശം ഭൂമിയും അതാണ് ഈ കാണുന്നത്. അപ്പൊ ഇതോ വരാൻ പോണ ആകാശം ഭൂമിയും. ഇതോ ബൈബിള് പറയുന്നത് ഇപ്പോഴത്തെ ആകാശം ഭൂമിയും. അപ്പൊ ഇതോ ഇതാണ് ബൈബിൾ 5-ാം വാക്യത്തിൽ പറയുന്നത് പണ്ട് വചനത്താൽ ഉണ്ടായ ആകാശം. അതിന്റെ 5-ാം വാക്യം പറയുന്നു, നമ്മൾ വായിച്ചതാണ്, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും. ഇത് ശ്രദ്ധിച്ചോളൂ, പണ്ട് ദൈവവചനത്താലുണ്ടായി, പണ്ട് ദൈവവചനത്താലുണ്ടായി. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് പണ്ട് ഈ സാധനം എങ്ങനെ ഉണ്ടായേ? ദൈവവചനത്താൽ ഉണ്ടായി. പണ്ട് ദൈവവചനത്താൽ ഉണ്ടായി. ഈ പണ്ട് ദൈവവചനത്താൽ ഉണ്ടായ ഭൂമിയാണ് ഇപ്പോ വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവാക്കിയെടുത്തത്, പൊക്കിയെടുത്തത്. വെള്ളത്തിൽ നിന്നും വെള്ളത്തിൽ ഉളവായിരിക്കുന്ന ഭൂമിയാണ് ഈ ആദ്യത്തെ ഭൂമി. പണ്ട് ദൈവവചനത്താൽ ഉണ്ടായി. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. പണ്ട് ഇത് ദൈവവചനത്താൽ ഉളവായി. മനസ്സിലായോ? ഇവിടെയായിരുന്നു ദൂതവർഗങ്ങൾ ദൈവം ഇതിനെ ഏൽപ്പിച്ചത്. പണ്ട് ഈ പണ്ട് ദൈവവചനത്താൽ ഇത് ഉളവാക്കപ്പെട്ടു. പിന്നെ ഇതിനെന്തു പറ്റി? ഉൽപ്പത്തി 2-ാം വാക്യം പറയുന്നു, ഈ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. ആയിത്തീർന്നു അതിന്റെ ഒറിജിനൽ കോണ്ടസ്റ്റ്, അതിന്റെ ഹെബ്രായ ഭാഷ വായിക്കുമ്പോ ബിക്കം, ആയിത്തീർന്നു എന്നുള്ളതാണ്. ബി ബിക്കം, ആയിത്തീർന്നു. ഈ ദൈവത്തിന്റെ വചനത്താൽ പണ്ട് സൃഷ്ടിച്ച ഭൂമി പാഴുശൂന്യമായി തീർന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, ദൈവം ഉണ്ടാക്കുന്നതും എല്ലാം നല്ലതാ, ഒന്നും പാഴുശൂന്യവുമല്ല. പക്ഷേ പാഴുശൂന്യവുമായി തീർന്നു. ഉൽപ്പത്തി 1-ന്റെ 1-ഉം 1-ന്റെ 2-ഉം ഒന്ന് വായിച്ചത് വാസന. ഉൽപ്പത്തി 1-ന്റെ 1-ഉം 2-ഉം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ heaven and the earth, and the earth was without form and void. ആ വാസ് എന്നുള്ള ആ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അതിന്റെ അർത്ഥം പല അർത്ഥങ്ങളുണ്ട്. ടു എക്സിസ്റ്റ്, ദാറ്റ് ഈസ് ബി ഓർ ബിക്കം, ആയി തീർന്നു. കം ടു പാസ്, അങ്ങനെ ആയി തീർന്നു. മനസ്സിലായോ? ശ്രദ്ധിക്കുക, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ അത് പാഴുശൂന്യമായിട്ടല്ല, ദൈവം ഒന്നും പാഴുശൂന്യമായിട്ട് ഉണ്ടാക്കത്തില്ല. എന്നാൽ അത് പാഴുശൂന്യവുമായി തീർന്നു. അതിന്റെ ഇടയിൽ വമ്പൻ സംഭവങ്ങളുണ്ട്, ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ അതിന്റെ ഗ്ലിംസ് നമുക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കാമോ? നമ്മള് തുടർന്ന് അതിന്റെ 3-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ മുഴുവൻ ഇതാണ്, അതിന്റെ റീക്രിയേഷൻ ആണ്. ക്രിയേഷൻ അല്ല, റീക്രിയേഷൻ ആണ്. ദൈവം ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ക്രിയേഷൻ 1-ാം വാക്യത്തെ തീർന്നു, മറ്റത് റീക്രിയേറ്റ് ചെയ്തെടുക്കുക, വീണ്ടും റെഡിയാക്കി എടുക്കുകയാണ്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, ആ ഒരു പോയിന്റ് മുതൽ, മനുഷ്യനെ സൃഷ്ടിച്ച 6-ാം ദിവസം പോയിന്റ് മുതൽ നമ്മളുടെ ഭൂമിക്ക് ഏകദേശം 6000 വർഷം പ്രായമേ ഏകദേശം ഉള്ളൂ ഈ ബൈബിൾ പ്രകാരം. എന്നാൽ നിങ്ങൾക്ക് കാണാം,
നമ്മൾ ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേര് ബൈബിളൊന്നും വിശ്വസിക്കത്തില്ല. കാരണം UK-യില്, ലണ്ടനില്, അബുദാബിയില്, അങ്ങനെ ലോകത്തിലെ ഫേമസ് സ്ഥലങ്ങളിലുള്ള മ്യൂസിയങ്ങളിൽ മില്യൺ കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകൾ, സ്കെൽറ്റനുകൾ, ജീവികളുടെ അവശിഷ്ടങ്ങൾ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബൈബിളിൽ 6000 വർഷത്തിന്റെ പഴക്കം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്മളെ തൽക്കാലം പപ്പ ഒന്നും പറയാതെ, മമ്മി ഒന്നും പറയാതിരിക്കാൻ വേണ്ടി മിണ്ടാതിരിക്കുമെങ്കിൽ അവരുടെ ഉള്ളിൽ വിശ്വാസം പോകും. ശരിക്കും മനസ്സിലാക്കുക, ഭൂമിക്ക് 6000 വർഷമല്ല പ്രായം, മില്യൺ കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. എത്ര നമുക്ക് അറിഞ്ഞൂടെ? ശാസ്ത്രം പറയുന്നത് ഏകദേശം 6.4 ബില്യണോ അല്ലെങ്കിൽ 5 സംതിങ് എത്രയോ ബില്യൺ വർഷങ്ങൾ പഴക്കമുണ്ടെന്നാ പറയുന്നത്. ബൈബിൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല, അതിനെ തള്ളിക്കളയുന്നുമില്ല. അതായത് ഈ കാണുന്ന ഭൂമി ഉണ്ടല്ലോ, ഇതിന് ബില്യൺ കണക്കിനോ അതിനധികമോ അധികം വർഷങ്ങളുണ്ട്. എന്നാൽ അതാണ് ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്ന ഭൂമി. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ഭൂമിക്ക് എന്ത് പറ്റി? അത് പാഴും ശൂന്യവുമായി തീർന്നു. അന്ന് മനുഷ്യരില്ല. ആ ഭൂമി ദൈവം ഏൽപ്പിച്ചത് ദൈവദൂതന്മാരുടെ കയ്യിലാണ്. നിങ്ങൾ തിരിച്ചറിയണം കുഞ്ഞുങ്ങളെ, ദൈവം പണ്ടുള്ളതിനെ വീണ്ടും അന്വേഷിക്കുന്നു. ഇതാണ് വിശുദ്ധ ബൈബിളിൽ ജ്ഞാനികളെ ജ്ഞാനിയായ ശലോമോൻ കാര്യങ്ങളെ തിരിച്ചറിയാൻ മനസ്സ് വെച്ചപ്പോ ദൈവം ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തി കിട്ടിയ ആ വാക്യങ്ങളിൽ അദ്ദേഹം പറയുകയാണ്, ശ്രദ്ധിക്കുക, നാം ഇന്ന് ജീവിക്കുന്ന ഭൂമി സെൻട്രൽ ഭൂമിയാണ്, ആപ്പിൾ ഭൂമി. അദ്ദേഹം പറയാണ്, ഈ ഭൂമിയിൽ ഒന്നും പുതിയതായിട്ടില്ല, ഇവിടെ ഒന്നും പുതിയതായിട്ടില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നതൊക്കെ പണ്ടത്തെ ഉണ്ടായിരുന്നു. ഇനി നാളെ ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ പണ്ടുണ്ടായിരുന്നു, പഴയതിൽ പണ്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല ഇത്. അപ്പൊ ഇത് മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ദൈവം ഇപ്പോൾ ചെയ്യുന്നത് പണ്ടുള്ളതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. അങ്ങനെ പണ്ടുണ്ടായിരുന്ന ഈ ഭൂമിയുടെ സെറ്റപ്പ് റീക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കി അന്നത്തെ ദൂതവർഗത്തിന് പകരം ക്രിസ്തുയേശുവിനുള്ള പുതിയ ദൈവത്തിന്റെ മക്കളുമായി പുതിയ ആകാശവും പുതിയ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അല്ലാണ്ട് ഇവിടെ ഒരു കൊച്ചു കൂട്ടം ഉണ്ടാക്കി ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി അവസാനിപ്പിക്കുകയല്ല. ഇതൊന്ന് തിരിച്ചറിയുക. ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് പോലെ ഇരട്ടപ്പേര് കിട്ടിയതാണ് നമുക്ക്. അതുകൊണ്ട് അതും പിടിച്ചിട്ട് നടക്കല്ലേ, ദൈവമക്കൾ എന്നുള്ള പേരിൽ അഭിമാനം കൊള്ളുന്ന നോക്കാം. ഹല്ലേലൂയ. അപ്പൊ ഈ ഭാഗം നമ്മളൊന്ന് തിരിച്ചറിയണം. ഇത് നമുക്ക് വചനത്തിലൂടെ എല്ലായിടത്തും വായിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അടുത്ത ക്ലാസ്സുകളിൽ. അപ്പൊ ഇപ്പൊ എങ്ങോട്ടാ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ, പിതാവ് പുത്രനോട് പറയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതവിടെ വാങ്ങി തരാം, അതുവരെ നീ എന്റെ വലതുഭാഗത്തിരിക്കുന്നു പറയുമ്പോ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു സ്തുതിച്ച് പതി പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാം ശരിക്കും പറയുന്നത് ശരിക്കും വിഡ്ഢിത്തമാണ്. യഥാർത്ഥത്തിൽ കർത്താവ് പറയാൻ, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വളരെ അകലെ. അങ്ങനെയൊന്നും ആയി തീരരുത്. ദൈവത്തെ ബഹുമാനിക്കണത് യാതൊരു കുറവും വരുത്തണ്ട, അതൊക്കെ ബഹുമാനിച്ചോ. പക്ഷേ കുടുംബകാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുവാനിടയാകണം. ഫാമിലി മാറ്റേഴ്സ്. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം കൊളോസ്യർ 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ വീണ്ടും ജനിച്ചിരിക്കുന്നുവെങ്കിൽ, ഉയർത്തെഴുന്നേൽക്കുന്നുവെങ്കിൽ, ഇനി ഭൂമിയിലുള്ള കാര്യമല്ല, ഉയരത്തിൽ പിതാവിന്റെ വലതുഭാഗത്തെ പുത്രൻ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ അന്വേഷിക്കണം. കുടുംബകാര്യത്തിലേക്ക് വരാനാ പറയണേ. ഒരപ്പൻ മോനെ വഴക്ക് പറയാ, തിന്നാൻ വേണ്ടി മാത്രം കേറി വരും. ഇവരെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് 3 വാഴ വെച്ചിരുന്നെങ്കിൽ കൊലവെട്ടാമായിരുന്നു. തിന്നാൻ കയറി മാത്രം കേറി വരും എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ചിലര് പറയുന്നുണ്ട് അത് എണ്ണയാണെന്ന്. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഭൂമിയുള്ളതല്ല, ഉയരത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ കാത്തിരിക്കുകയാണ് ശത്രുപാതവികമാകാൻ. ആ കാര്യം അന്വേഷിക്കാൻ കേറി വരാ മക്കളെ എന്നാ പറയണേ. മനസ്സിലാവുന്നുണ്ടാ? എവിടെ മനസ്സിലാകാൻ? ഇനിയെങ്കിലും ദൈവരാജ്യം എന്ന പ്രസംഗ സബ്ജക്ട് ഇല്ലാത്തതുകൊണ്ട് ഈ വിഷയം ഉണ്ടായേ. കൊളോസ്യ ലേഖനം 3-1-2 ഭാഗങ്ങളൊന്നും വായിച്ചാട്ടെ ദേവദാസനെ. So Father, we thank you.
മൈക്ക് മ്യൂട്ടാട്ടോ, കേൾക്കുന്നില്ല. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ദൈവത്തിന്റെ വചനം പറയും, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അതിനർത്ഥം വീണ്ടും ജനിച്ചിരിക്കുന്നുവെങ്കിൽ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ. എവിടെ? ഉയരത്തിൽ എല്ലായിടത്തും അന്വേഷിക്കാനുണ്ടോ? എല്ലാ സ്ഥലത്തുള്ളത് അന്വേഷിക്കേണ്ട. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ശത്രുക്കൾ പാതവേളമാകാൻ. ആ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ കേറിയതാണ് ഈ പറയണേ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. വലിയൊരു പദ്ധതി നടക്കുക ഇവിടെ. പണ്ടത്തെ ലോകം, ഇപ്പോഴത്തെ ലോകം, വരുവാനുള്ള ലോകം. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പണ്ടത്തെ ലോകം, പണ്ട് ദൈവത്തിന്റെ ആകാശവും ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടായി. എന്നാൽ അതേ ആകാശവും ഭൂമിയും പാഴ് ശൂന്യമായി പോയി. അത് വെള്ളത്തിൽ ദൈവം മൂടിയിട്ടിരുന്നു. എന്നാൽ ദൈവം വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ആ ഭൂമിയെ ഉദ്ധരിച്ചെടുത്തു. ആ ഭൂമിയിലാണ് ഞാനും നിങ്ങൾ ഇന്ന് ജീവിക്കുന്നേ. മനസ്സിലായോ? ഹല്ലേലൂയ. അങ്ങനെ ഈ പണ്ടത്തെ ഇവിടുത്തെ ഭരണാധികാരിയായ പിശാചിനെ എങ്ങോട്ട് മാറ്റി? അവനെ ഭൂമിയിൽ നിന്നും മാറ്റിയിട്ട് ഭൂമിയുടെ മുകളിൽ ആകാശത്തിൽ അവനെ സ്ഥാനം കൊടുത്തു. ഇതാണ് അവന്റെ പേര്, ആകാശത്തിന്റെ അധികാരി എന്ന് പിശാചിന് ബൈബിള് പേരിട്ടിരിക്കണേ. അവന് ഭൂമിയിലേക്ക് വന്ന് ജഡരൂപം എടുക്കാൻ പറ്റില്ല, വിത്തൗട്ട് പെർമിഷൻ. നിങ്ങൾക്കറിയാമോ, ദൂതന്മാർക്ക് ജഡരൂപം എടുക്കാം. കാരണം അവൻ നേരത്തെ ജഡരൂപത്തിലായി ജഡമണ്ഡലമായ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആത്മരൂപികളായിരുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മളോട് പറയുന്നത്, ഈ ഭൂമിയിൽ ജഡത്തിൽ ജീവിക്കുന്ന നമ്മളോട് പറയുന്നത്, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ അറിയാതെ പലരും ദൈവദൂതന്മാർക്കാണ് ഫുഡ് കൊടുക്കണേ. ഇച്ചിരി കൂടി പോയി അല്ലേ? ഹല്ലേലൂയ. കാരണം അവർക്ക് ഈ മനുഷ്യരൂപം ജഡരൂപം എടുക്കാം. പക്ഷെ അങ്ങനെ ഈ ഭൂമിയിൽ വിത്തൗട്ട് പെർമിഷൻ അത് എടുത്തു കഴിഞ്ഞാൽ എന്തു പറ്റുമെന്ന് അറിയാമോ? ദൈവത്തിന്റെ ശിക്ഷ വരും. സ്വന്തം വാഴ്ച കാത്തുകൊള്ളാതെ ആ സ്ഥാനം മാറിപ്പോയവരെ അന്ധതാമസിന്റെ ചങ്ങലക്കിട്ട് സൂക്ഷിച്ചിരിക്കുക. അതൊക്കെ ആത്മലോകത്തെ പോലീസാണ്. അത് നമ്മുടെ വിഷയമല്ല, അത് ദൈവം ഇവരുമായിട്ട് നിർത്തോളും. പക്ഷെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് ജഡത്തിന്റെ ആ കൂട്ടിന്റെ ഉള്ളിൽ നമ്മൾ കിടക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ജയിക്കണം, ജയം പ്രാപിക്കണം. ഇതുകൊണ്ടാണ് പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിച്ചിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയിലും നമ്മൾ ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവോട് ഒരുമിച്ച് ജീവിക്കണം. അതിന്റെ പേരാണ് സുവിശേഷം. യേശു 3 ദിവസം പ്രസംഗിച്ചത് ഈ സംഭവമാണ് ഇന്ന് കേൾക്കാത്തത്. പിശാച് ഇവൻ അത് സമ്മതിക്കത്തില്ല നമ്മളത് കേൾക്കാൻ. കാരണം അത് കേട്ടാൽ ദൈവത്തിന്റെ മക്കൾ ഞങ്ങൾക്ക് പപ്പയെ കാണുമെന്നും പറഞ്ഞുകൊണ്ട് യേശുവിന്റെ പുറകെ പോകൂ. മനസ്സിലായോ? യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യം ജീവനുമായി, എന്നിലൂടെ അല്ലാതെ ആരും ഇവിടെ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇതാണ് എഫേസ്യർ 2:18 പറയുന്നത്. അങ്ങനെ ഏക ആത്മാവിനാൽ ഇന്ന് ഭൂമിയിൽ ജഡത്തിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കും ജീവിക്കുന്ന നമുക്ക് പിതാവിങ്കലേക്ക് ക്രിസ്തു മുഖാന്തരം പ്രവേശനം ഉണ്ട്. ആ ലക്ഷ്യത്തെ കുറിച്ച് വ്യാജ ക്രിസ്തു മിണ്ടത്തില്ല. നമ്മളെ ചതിക്കും. നമ്മൾ യേശുവിനെ കർത്താവെന്നും പറഞ്ഞ് ആയുഷ്കാലം യേശുവിനെ സ്തുതിച്ചുകൊണ്ടേ എനിക്ക് അവസാനം യേശു പറയും, ഞാൻ ഒരു കാലത്തും നിന്നെ അറിഞ്ഞിട്ടില്ല, ഗെറ്റ് ഔട്ട്. ഏതേശു ഒറിജിനൽ? അപ്പൊ ഇത്ര നാൾ നിങ്ങൾ സ്തുതിച്ചതോ വ്യാജൻ? ഹല്ലേലൂയ. അത് ആര് കൊണ്ടുവന്നു? ദൈവം കൊണ്ടുവന്നു, പിശാച്. ഹല്ലേലൂയ. ഇതാണ് പൗലോസ് പറയുന്നത്, അത് ഞാൻ പ്രസംഗിച്ച ക്രിസ്തു ഒന്നും അല്ല, അത് മറ്റൊരു യേശു, അത് മറ്റൊരു സുവിശേഷം. ആ സുയേശു എന്ത് തരും? ഇവിടത്തെ നന്മകൾ തരും. എവിടത്തെ? ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം തന്നുകൊണ്ടിരിക്കും, കാണുന്നത് മാത്രം. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ, ചതിക്കപ്പെടരുത്. ഹല്ലേലൂയ. ലക്ഷ്യത്തിലേക്ക് പോവുക. ഈ ജഡ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ തന്നെ വീണ്ടും ജനിച്ച എനിക്ക് നിങ്ങൾക്ക്, ഞാനും നിങ്ങൾ വീണ്ടും ജനിച്ചത് എവിടെയാണെന്നറിയാമോ? ഈ സ്വർഗരാജ്യത്തിലാ വീണ്ടും ജനിച്ചേക്കണേ. ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ. പുതിയ യെരൂശലേമിലാ വീണ്ടും ജനിച്ചിരിക്കണേ. ഇത് തിരിച്ചറിയണം. ആ പൗരത്വത്തിൽ നിലകൊള്ളണം. ഈ ഭൂമിയിലെ പൗരത്വം ഇപ്പൊ തീരും മക്കളെ. ഇത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന്, റേഷൻ കാർഡിൽ നിന്ന്, ആധാർ കാർഡിലെ പേര് ഇപ്പൊ മാഞ്ഞു പോകും.
മരണത്തോടുകൂടി തീരും ആ പരിപാടി. കാണുന്ന താൽക്കാലികോ, എന്നാൽ കാണാത്ത ആ പുതിയ യെരൂശലേമിലേക്ക്, ആ ദൈവരാജ്യത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും വീണ്ടും ജനനം കിട്ടിയിട്ടു. അതറിയാതെ പിൻപിലുള്ളതിനെ മറന്നു മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി പോകാതെ ഇവിടെ കിടന്ന് ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇതാ യേശുവെ അനുഗമിച്ചുകൊണ്ട്, യേശുവെ അനുസരിച്ചുകൊണ്ട്, തന്റെ താൻ ത്യജിച്ചുകൊണ്ട്, ഇതാ സ്വയത്തെ ത്യജിച്ചുകൊണ്ട് യേശുവെ അനുഗമിച്ച് ക്രൂശെടുത്ത് ആ അനുദിനം നാം ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മാറി ദൈവരാജ്യം അവകാശമാക്കുവാൻ ഏവരെ ക്ഷണിക്കുകയാണ്. അതിനെന്ത് വേണം? ഇവനെ പരാജയപ്പെടുത്തണം. ഇവൻ നിങ്ങളെ പിശാച് നിങ്ങളെ പുറകിലേക്ക് വലിക്കും. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിൻപിലുള്ളതിനെ മറന്നു മുൻപിൽ ലക്ഷ്യമാക്കി പോകണം. പിൻപിലുള്ളതെല്ലാം ഒന്നും നമ്മുടെ സ്വന്തമല്ല, ഒന്നും നമുക്ക് സ്വന്തമായി എടുക്കാനും പറ്റില്ല. മരണം നമ്മളെ അതിൽ നിന്നെല്ലാം അപഹരിച്ചു കൊണ്ടുപോകും. അപ്പൊ ഈ ഒരു കാര്യം തിരിച്ചറിയണം. അപ്പൊ ദൈവം അന്വേഷിക്കുന്നത് പണ്ട് എങ്ങനെയായിരുന്നുവോ ആ ദൈവ കുടുംബം എങ്ങനെയായിരുന്നോ അതേപോലെ അനുസരണം കെട്ട മക്കളെയൊക്കെ മാറ്റിയിട്ട് ഇതാ ഈ പുതിയ ഭൂമി ആകാശത്തിലും ഇതാ ഇവിടെ ഇന്ന് മനുഷ്യരായിരിക്കുന്ന നമ്മൾ യേശുവിനെ അനുസരിച്ച് ജയം പ്രാപിച്ചാൽ സ്വർഗീയ പിതാവോടൊപ്പം അവിടെ ജീവിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ദൂതന്മാർക്കൊക്കെ എന്നാ പറ്റിയെന്ന്? അവരൊക്കെ നമ്മളുടെ സേവക ആത്മാക്കളായിരിക്കും. ശ്രദ്ധിച്ച് മനസ്സിലായോ? അവരൊക്കെ നമ്മുടെ സേവക ആത്മാക്കൾ ആയിരിക്കും. ഇത് കണ്ടിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഹെബ്രായ ലേഖനം 1, 2 വായിച്ചു നോക്കാമോ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ദൂതന്മാരും നമ്മളെ ആയിട്ടാ കമ്പയർ ചെയ്യുന്നത്. ആദ്യം ദൂതന്മാരെ യേശു ക്രിസ്തുവിനെയും തമ്മിൽ കമ്പയർ ചെയ്യും, പിന്നെ ദൂതന്മാരെയും നമ്മളെയും തമ്മിൽ കമ്പയർ ചെയ്യും. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം, മൊത്തം 1-ാം അധ്യായം മുതൽ കമ്പാരിസൺ ആണ്. നിങ്ങൾ വീട്ടിൽ ഇത് വായിക്കുക. അത് പറയാണ്, ഇപ്പോൾ ഒരു യഥാർത്ഥ സുവിശേഷകൻ അവൻ പ്രസ്താവിക്കുന്ന, ആ വ്യക്തി പ്രസ്താവിക്കുന്നത്, ഇടുക്കി സാജിബർ ശ്രദ്ധിച്ചോട്ടോ, ഒരു യഥാർത്ഥ സുവിശേഷകൻ പ്രസ്താവിക്കുന്നത് ഈ കാണുന്ന ഭാവി ലോകത്തെ കുറിച്ചായിരിക്കും. യേശു ക്രിസ്തു പ്രസ്താവിച്ചത് ഈ കാണുന്ന ഭാവി ലോകത്തെ കുറിച്ചാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് യഥാർത്ഥ സുവിശേഷകൻ പറയുന്നത് ഇതിനെ കുറിച്ചായിരിക്കും, ഇവിടത്തെ കാര്യത്തെ കുറിച്ചല്ല, ഇവിടത്തെ കാര്യത്തെ കുറിച്ചായിരിക്കും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ 5 വായിച്ച്, 2-ന്റെ 5, ഹെബ്രായർ 2:5. നാം പ്രസ്താവിക്കുന്ന ഭാവി കാലത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ, എന്റെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ, നാം പ്രസ്താവിക്കുന്ന, നമ്മൾ സത്യസന്ധമായിട്ട് അത് പ്രസ്താവിക്കുന്നുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് കേട്ടോ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം കണ്ടോ, ഈ കാണുന്ന ലോകമാണ് പുതിയ ആകാശം പുതിയ യെരൂശലേം. അത് ദൈവം ഈ ആദ്യ ലോകത്തുണ്ടായ, എന്നെ കണ്ടോളണം, എന്നെ നോക്കിക്കൊള്ളണം, ഈ ആദ്യ ലോകത്തുണ്ടായ ദൂതന്മാർക്കെല്ലാം കൊടുത്തേക്കണേന്ന്. കിട്ടിയോ? നാം പ്രസ്താവിക്കുന്ന ഒരു യഥാർത്ഥ ഒറിജിനൽ സുവിശേഷകൻ പ്രസ്താവിക്കുന്ന ഈ കാണുന്ന നീതി വസിക്കുന്ന പുതിയ ആകാശവും ഭൂമിയും ദൈവരാജ്യം, ദൈവം നമ്മോട് കൂടെ ജീവിക്കുന്ന ഈ ഒരു മണ്ഡലത്തെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നത് യഥാർത്ഥ സുവിശേഷകൻ. ആ മണ്ഡലം ദൈവം ഈ ആദ്യ ഭൂമിയിൽ ഉണ്ടായ ദൂതന്മാർക്കല്ല കൊടുത്തേക്കണേന്ന്. കിട്ടിയ ഹല്ലേലൂയ. ഈ ഹെബ്രായ ലേഖനം 1, 2 ദൂതന്മാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക. ആദ്യം നമ്മളുടെ രക്ഷാനായകനെ ക്രിസ്തുവിനെ ദൂതന്മാരായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം ആ ക്രിസ്തുവിലുള്ള മനുഷ്യരെ, അതായത് ദൈവപുത്രന്മാരെ ദൂതന്മാരായിട്ട് കമ്പയർ ചെയ്യുന്നു. ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇവിടെ ദൂതന്മാർ, ഒന്നാമത്തെ ഈ ലോകം ദൂതന്മാരുടെ ലോകം, രണ്ടാമത്തെ ഈ ലോകം മനുഷ്യരുടെ ലോകം, മൂന്നാമത്തെ ഈ ലോകം ദൈവപുത്രന്മാരുടെ ലോകം. കിട്ടിയ ഹല്ലേലൂയ. ഇത് ദൂതന്മാരുടെ ലോകം പണ്ടുണ്ടായിരുന്ന ലോകം, മനുഷ്യരുടെ ലോകം ഇപ്പോഴും ലോകം, ഇതാ ദൈവപുത്രന്മാരുടെ ലോകം, നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയും വരാൻ പോകുന്ന ലോകം. അപ്പോ നാം നേരത്തെ പഠിച്ച ഈ മണ്ഡലത്തിൽ 3 ലോകങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതായത് 2 പത്രോസ് 3-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോ അവിടെ പറയുന്നു, അതിന്റെ 3-ന്റെ 7 പറയുന്നു, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും. പിടുത്തം കിട്ടിയോ? ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും.
അതാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ഇത് അതിന്റെ 5-ാം വാക്യം പറയുന്നു, പണ്ട് ഉണ്ടായ ആകാശവും ഭൂമിയും. പിടുത്തം കിട്ടിയ ഇവിടെ പറയുന്നു, നീതി വസിക്കുന്ന പുതിയ ആകാശവും ഭൂമിയും അതിനുവേണ്ടി നാം കാത്തിരിക്കുന്നു. പിടുത്തം കിട്ടിയ ഈ ഒരു ബേസ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിയിലുണ്ടാകട്ടെ ആദ്യം. എന്നിട്ട് നമ്മൾ ജീവിക്കുന്നത് നടുവിലാന്നുള്ള ബോധം വേണം. ഇത് താൽക്കാലികമാണ് ഈ സാധനം. ഹല്ലേലൂയ. ഇത് താൽക്കാലികമാണ്. ഇതൊക്കെ ദൈവം മാറ്റി, ഇതെല്ലാം ഒഴിഞ്ഞു പോകും. പക്ഷെ ദൈവത്തിന്റെ വചനം മാത്രം നിലനിൽക്കും. ഹല്ലേലൂയ. ഇത് മാറിയിട്ട് ദൈവം പുതിയത് കൊണ്ടുവരും. ഇതാ ദൈവത്തിന്റെ വചനം പറയും, ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു. ബൈബിൾ തീരുമ്പോ അങ്ങനെയാ, ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു. ഇതെല്ലാം മാറ്റി കളഞ്ഞിട്ട് പഴയ മനുഷ്യനെ മാറ്റി എല്ലാവരും പുതിയ മനുഷ്യൻ, അതാണ് ദൈവപുത്രന്മാർ. ആ പുതിയ ദൈവപുത്രന്മാരുമായി ചേർന്ന് ദൈവം ഇവിടെ വസിക്കുമ്പോൾ ഈ പണ്ടത്തെ ലോകത്ത് അനുസരണം കേട്ടതിന്റെ അവന്മാരെ എല്ലാം തട്ടിക്കളയും, തീപ്പൊയ്കയിലേക്ക് തട്ടും. അതാണ് പിശാചും കൂട്ടരും. അനുസരണമുള്ള ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെയുള്ള ദൈവപുത്രന്മാരുടെ ദാസന്മാരായിരിക്കും, ശുശ്രൂഷക ആത്മാക്കളായിരിക്കും. ഈ ഒരു തിരിച്ചറിവ് വരിക. ഹല്ലേലൂയ. നമ്മൾ ആരുടെ തുല്യമായിരിക്കും? നമ്മൾ ദൈവപുത്രനായ യേശുവിന്റെ ക്ലാസ്സിലേക്ക് കയറിപ്പോകും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയാ, നമ്മൾ യേശു ക്രിസ്തുവോട് അനുരൂപമാകാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടോ? ഇവിടെ യേശുവോട് അനുരൂപം മുൻ നിയമിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ യേശു ക്രിസ്തുവിന്റെ അവകാശികളല്ല. ഇവിടെ നമ്മൾ അത്യുന്നതനായ യേശു ക്രിസ്തുവിന്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവിന്റെ അവകാശികളും ക്രിസ്തുവോട് എന്ന കൂട്ടവകാശികളുമാണ്. ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ സുവിശേഷം തന്നെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഇതല്ലേ പ്രശ്നം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങളൊന്ന് മനസ്സിലാക്കി, എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതാ യേശു ക്രിസ്തു പറഞ്ഞു തരുന്നേ. യോഹന്നാൻ 15:23 യേശു ക്രിസ്തു പറയാ, പിതാവേ ലോകത്തിന് നിന്നെ അറിയത്തില്ല എന്ന് പറയുന്ന ആ കോൺട്രസ്റ്റിൽ യേശു പറയുകയാണ്, അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇവരെയും സ്നേഹിക്കുന്നുവെന്ന് ഇവരൊന്ന് അറിയുവാൻ. ഹല്ലേലൂയ. ഒരു നല്ല പിതാവ് എല്ലാ മക്കളെ ഈക്വലായിട്ട് സ്നേഹിക്കും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. 17:23 വായിച്ചത് വാസന. യോഹന്നാൻ 17:23. ഓ ഫാദർ, വി താങ്ക് യു. അത് മാത്രം വായിച്ചാൽ കേട്ടോ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോൾ എഴുതിയിരിക്കുക, ഇത് പുത്രൻ പിതാവോട് സംസാരിക്കുക. ഒരു ഭൂമിയിൽ 2 മനുഷ്യരല്ല. ഇവിടെ പറയാണ്, പുത്രൻ പിതാവോട് പറയാ, നീയാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന്, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ സാജുനെ സ്നേഹിക്കുന്നു. സാജുവിനെ അറിയത്തില്ല, ഷാജിക്ക് അറിയത്തില്ല, പീറ്ററിനെ അറിയത്തില്ല. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെ സ്നേഹിക്കുന്നു. ഒരു നല്ല അപ്പനെ എല്ലാവരെയും ഈക്വലായിട്ട് സ്നേഹിക്കുക. പക്ഷെ സ്ഥാനമാനങ്ങളൊക്കെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് മാറ്റമായിരിക്കാം. യേശു ക്രിസ്തു നമ്മുടെ എല്ലാം തലവനായിട്ടാണ് അപ്പം വെച്ചേക്കണേ, കർത്താവായിട്ടാണ് വെച്ചേക്കണേ. ആ ഒരു തിരിച്ചറിയണം. ഫാമിലിയിലേക്ക് വരുമ്പോ ഇതാ പൊളിറ്റിക്കൽ മാറ്ററിലേക്ക് വരുമ്പോ നമ്മുടെ കർത്താവാ, എന്നാൽ ഫാമിലിയിലേക്ക് വരുമ്പോൾ യേശു നമ്മുടെ സഹോദരനാണ്. തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇതാ നേരത്തെ നെഹ്റു കുടുംബമായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് അല്ലേ? ഇന്ദിരാഗാന്ധി കുറെ നാളുമാണ് അല്ലേ? പക്ഷെ പുള്ളിക്കാരത്തി വീട്ടിൽ ചെല്ലുമ്പോൾ നല്ലൊരു ഭാര്യയാ, അമ്മയാ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാണല്ലോ രാഷ്ട്രത്തിന്റെ തലവനാ അല്ലെങ്കിൽ തലവിയാ. ഹല്ലേലൂയ. ഇതേപോലെ യേശു ക്രിസ്തു സർവപ്രപഞ്ചത്തിനും സ്വർഗസ്ഥ പിതാവ് തന്നെ തലവനാക്കി വെച്ചിരിക്കുക. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ സഹോദരനാ. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിന്റെ സ്വരൂപത്തിന് അനുരൂപമാകുവാൻ സ്വർഗസ്ഥ പിതാവ് മുൻ നിയമിച്ചു. ഈ നിയമനം നടക്കുള്ളൂ മക്കളെ, അല്ലാതെ വേറെ ഒരു പരിപാടിക്ക് പോലും ഒരു കാര്യം നടക്കൂല. യഹോവ അവനും പണിതില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാ. ഹല്ലേലൂയ. യഹോവ പണിത് സൃഷ്ടിപ്പിൽ എന്ത് പണിതോ അത് നമുക്ക് ജനനത്തിൽ പണിയാൻ പറ്റും. സൃഷ്ടിപ്പ് വേറെ, ജനനം വേറെ. അപ്പോ ഇത് നാം മനസ്സിലാക്കുക. അവിടെ പറയാണ്, നീ എന്നെ അയച്ചിരിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെ സ്നേഹിക്കുന്നു എന്ന് ലോകം, അതായത് അവരെ അറിയുവാൻ. എന്നിട്ട് പറയാണ്, നാം ഒന്നായിരിക്കുന്നത് പോലെ. നമ്മൾ അവിടെ ഉടനെ കട്ടിയും യേശു പിതാവോട് ഒന്നാണ്. ആയിക്കോട്ടെ,
അങ്ങനെയാണ്. ഞാനാണ് പിതാവെന്നല്ല യേശു പറഞ്ഞത്, ഞാനും പിതാവ് ഒന്നാണെന്നല്ലേ. വീണ്ടും യേശു പറയുന്നു, ഞാനും അങ്ങ് ഒന്നായിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നായി തീരാൻ. ആ സ്ഥലമാണ് ഈ ഭാഗം. മനസ്സിലായോ? ക്രിസ്തുവിൽ നമ്മളും കൂടി സ്വർഗസ്ഥ പിതാവോട് ക്രിസ്തുവിൽ ഒന്നായി ഒരു കുടുംബമായി മാറുക. ഹല്ലേലൂയ. ഒന്നായി. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇത് നാം മനസ്സിലാക്കണം. അതാ യേശു പറയുന്നത്, എന്റെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്താലേ ഈ പുതിയ മണ്ഡലത്തേക്ക് അത് കയറാൻ പറ്റൂ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ ദൈവം ഇഷ്ടം എന്നാന്ന് തിരിച്ചറിയാൻ. ഹല്ലേലൂയ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിയുന്ന വമ്പൻ സംഭവം ഇവിടെ നടക്കുകയാണ്. അങ്ങനെ ഒടുക്കത്തെ ശത്രുവായ ഈ മരണത്തിന്റെ അധികാരിയായ പിശാച് നീങ്ങിപ്പോകണം. ഇതൊക്കെ നടക്കാൻ കിടക്കുകയാണ്, നടന്നിട്ടില്ല ഇന്ന്. യേശു ക്രിസ്തു വ്യക്തിപരമായി ജയിച്ചു, പക്ഷെ നമ്മൾ ജയിച്ചിട്ടില്ല. നമ്മൾ ആ ജയം യേശുവിൽ വളർന്ന് ജയം ഏറ്റെടുക്കണം. ഇതാണ് യേശു ക്രിസ്തു വളരെ വ്യക്തതയോടെ പറയുന്നത്. വെളിപ്പാട് 3:21 അവിടെ പറയാണ്, ഞാൻ ജയിച്ചു, എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. അപ്പൊ യേശു ജയിച്ചു, അതുകൊണ്ട് നീ ജയിക്കേണ്ട എന്ന് പറയുന്ന പലരും ഉണ്ട്. അങ്ങനെയല്ല, യേശു പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ജയിച്ചു, എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുന്നു. അപ്പോ ഈ പിശാച് എന്ന ഈ മുൻപത്തെ ഭൂമിയിലുള്ള പിശാചിന്റെ ആ അധികാരത്തെ മാറ്റി ആ സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കൊണ്ടുവരികയാണ്. മനസ്സിലായോ? ക്രിസ്തുവിനെ കൊണ്ടുവരുമ്പോ ക്രിസ്തുവിന്റെ ആ രക്തത്താൽ നേടിയ നമ്മൾ ഇതാ ഈ ഭൂമിയുടെ പല ഭാഗങ്ങളും ക്രിസ്തുവിൽ നാം ഭരിക്കാൻ തുടങ്ങും. ക്രിസ്തുവാണ് ഭരണത്തിന്റെ ചെങ്കോൽ പിടിക്കുന്നത്. അതുകൊണ്ടാണ് യേശു 9:6 പറയുന്നത്, അവന്റെ തോളിൽ ആദ്യ വ്യക്തിയിരിക്കും. ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. യേശുവിന്റെ തോളിലായിരിക്കും ഈ ഭൂമിയുടെ ഭരണം നിൽക്കാൻ പോണേ. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആ ഒരു സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററിലേക്ക് ഞാനും നിങ്ങളും വരണം. നമുക്ക് രണ്ട് ഭാഗമുണ്ട്. ഇന്ന് സഭ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് പാരലൈസ്ഡ് ആണ് സഭയ്ക്ക്. ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. ഇന്ന് പുരോഹിത വർഗ സൈഡിൽ മാത്രം നമ്മൾ സ്തുതിയാരാധന ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ രാജകീയ സൈഡിൽ ആര് പ്രവർത്തിക്കും? പൊളിറ്റിക്കൽ സൈഡിൽ ആര് പ്രവർത്തിക്കും? നമ്മൾ രാജാക്കന്മാരുമാണ്, പുരോഹിതന്മാരുമാണ്. ഈ രാജാക്കന്മാരുടെ സൈഡിൽ ആര് നിൽക്കും? ഹല്ലേലൂയ. രാജാക്കന്മാർ യുദ്ധത്തിന് പോകും, പുരോഹിതന്മാർ സ്തുതിക്കും, ഈ ജനത്തിന്റെ കാര്യം ആ ദൈവത്തോട് അറിയിക്കും. രാജാക്കന്മാർ ദൈവത്തിന്റെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടപ്പിലാക്കും. അവരുടെ ഉള്ളിൽ നടപ്പിലാക്കും, ഭൂമിയിൽ നടപ്പിലാക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ട് ഭാഗം നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം. ഈ പിശാചിന്റെ പണി എന്താണ്? ഈ സത്യവുമായിട്ട് ആരെങ്കിലും നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഓടാനെ ദുരുപദേശം എന്ന് പറഞ്ഞ് ഇവരെ അങ്ങനെയുള്ളവരെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ജനം ഒരിക്കലും സത്യം തിരിച്ചറിയത്തുമില്ല. അതുകൊണ്ട് ഈ ജനം ഈ പുതിയ മണ്ഡലത്തിൽ എത്തത്തുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ സഭയുടെ ഉള്ളിൽ പിശാചിന്റെ ആളുകൾ നിറഞ്ഞു കിടക്കുക. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്ന കള്ള പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇവരെ തിരിച്ചറിയാൻ പറ്റണ്ടേ? അവരെങ്ങനെ തിരിച്ചറിയാം? ഈ കള്ള പ്രവാചകന്മാർ യഥാർത്ഥ ദൈവദാസന്മാർ അപ്പിയർ ചെയ്ത് ഈ സത്യം അറിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓടാനെ അവരെ കല്ലെറിയാൻ നോക്കും, ഓടാനെ അവരെ എങ്ങനെയും കൊടുക്കാൻ നോക്കും, ഓടാനെ അവരെ നശിപ്പിക്കാൻ നോക്കും. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യേശുവിനെ അവർ ക്രൂശിക്കാനായിട്ടിടയായത്. ഇതുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാരെ എല്ലാം അവർ കട്ട് ചെയ്ത് കളയാൻ, കല്ലെറിഞ്ഞ് കൊല്ലാനും പല പല രീതിയിൽ കൊല്ലുവാനായിട്ടിടയായത്. സത്യം അറിയിച്ചാൽ ഈ ലോകത്തിന് സത്യത്തിന് താല്പര്യമേ ഇല്ല. കാരണം ഈ ലോകം വാഴുന്ന ആരാന്നറിയാമോ? ഭൂമിയിൽ മനുഷ്യനാണ് വാഴുന്നത്. മനുഷ്യൻ കത്തോണ്ടിരിക്കുക. കാരണം ഭൂമിക്ക് മുകളിൽ വാഴുന്നത് പിശാചാണ്, ലോകം വാഴുന്നത് പിശാചാണ്. മരണം കൊണ്ട് അവൻ വാഴുകയാ. അതുകൊണ്ട് ഇവിടെ അലക്സാണ്ടറിനല്ല, ഏത് ചക്രവർത്തി അത് വാണാല് ഇവൻ അവനെ, അതായത് പിശാച് അവരെ പുഷ്പം പോലെ കൊന്നുകളയും. എന്നാൽ മരണമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്, പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക്. അതിനാണ് സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിനെ അയച്ചത്. നമ്മൾ ക്രിസ്തുവിന്റെ പുറകെ പോകാതെ ഇത്രയും നാൾ ഇവിടെ ചെയ്തതുപോലെ ദേവന്മാരെയും ദേവിമാരെയും അവരെയും ഇവരെയും പുണ്യാളന്മാരെയും സ്തുതിച്ച് എന്നതുപോലെ യേശുവിനെ സ്തുതിക്കാനാണോ യേശു ആവശ്യപ്പെട്ടത്? യേശു പറഞ്ഞു എന്റെ പിന്നാലെ വരാനല്ലേ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ അത് വിട്ടിട്ട് നമ്മുടെ പണ്ടത്തെ പ്രാക്ടീസിലേക്ക് എന്തിനാ പോയേ? അതുകൊണ്ടാണ് യേശു 4 സുവിശേഷങ്ങളിലും 25 പ്രാവശ്യധികം പറയാണ് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അത് പറയുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ അവർക്കായി സല്യൂട്ട്. അത് പറയാതെ സ്തുതിക്ക് ഇത് പറഞ്ഞോണ്ടിരിക്കുക. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വളരെ വ്യക്തതയോടെ പറയുക, ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവപുത്രനെ സ്തുതിക്കുന്നതിലും ഒരു തെറ്റുമില്ല. പക്ഷെ ഇതല്ലല്ലോ നമ്മളോട് ആവശ്യപ്പെട്ടത്. ഹല്ലേലൂയ. ഇതല്ലല്ലോ ആവശ്യപ്പെട്ടത്.
എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ കടക്കണമെങ്കിൽ UAE വിസ വേണം. അതിനു പകരം നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇതാ ഇവിടുത്തെ യാത്രയെ പാസ്പോർട്ട് കാണിച്ചു വിസ എന്ന് പറയുമ്പോൾ പെർമിഷൻ കൊടുത്ത് യാത്രയായി അവിടുത്തെ ഇമിഗ്രേഷനിൽ ചെന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ ID കാർഡ് കാണിക്കുന്നു, ഇവിടുത്തെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കുന്നു, റേഷൻ കാർഡ് കാണിക്കുന്നു, ആധാർ കാർഡ് കാണിക്കുന്നു. അവര് പറഞ്ഞു ഇതൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഇതൊക്കെ നിങ്ങൾ വെച്ചോ, ഇതൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വിസയാണ് വേണ്ടത്. യേശു പറയാണ് എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നു, പക്ഷെ ഇതല്ല സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ വേണ്ടത്. എന്റെ പിതാവിന് ഇഷ്ടം ചെയ്തവരുടെ കയറത്തുള്ളൂ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ചതിക്കപ്പെടരുത്. ഈ ഒരു രംഗം വ്യക്തതയോടെ നിങ്ങൾ മനസ്സിലാക്കി. ഈ ഒരു കാഴ്ച ഒരിക്കലും ഒരു വ്യക്തിയും ഇതേപോലെ ഒരു ബോളും ഒരു ആപ്പിളും ഒരു ഓറഞ്ചും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി ദൈവം ചെയ്തൊരു പ്രത്യേകത ഇത് 3 ലോകമാണ്. ഇത് പറയാ, ഇത് ഇപ്പോഴുള്ള ലോകം, ഇത് നമുക്ക് മുമ്പ് പണ്ടത്തെ കാലത്തെ ലോകം, ഇനി വരാൻ പോകുന്ന ലോകം. ഇതെല്ലാം ബൈബിൾ വചനത്തോട് ചേർന്നായി പറയുന്നത്. ഇത് നമുക്ക് ചില വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കിട്ട് ഈ ഇൻട്രൊഡക്ടറി സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ചില വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് കൺഫേം ആകും. ഹല്ലേലൂയ. ഓ ഫാദർ വി താങ്ക് യു. നിങ്ങൾക്കറിയാമല്ലോ, ജ്ഞാനികളിൽ ജ്ഞാനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശലോമോൻ. തനിക്ക് ദൈവം കൊടുത്ത ഗിഫ്റ്റാണ് ജ്ഞാനം. ഈ ജ്ഞാനത്തിന്റെ ആ തലത്തിൽ ശലോമോൻ പല കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം പറയാണ്, Lord, I love you. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവം ഇപ്പൊ എന്താ ചെയ്യണേന്ന് ഒരു ഗൈഡൻസ് നമുക്ക് അതിലൂടെ കിട്ടും. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യർന്ന് 3:15 ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളതും മുമ്പുണ്ടായിരുന്നു തന്നെ. കഴിഞ്ഞുപോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. ഇത് ദൈവം കുത്തിയത്തിനോടൊരു ഗിഫ്റ്റായി. എല്ലാ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ചില ദൈവത്തിന് അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോഴുള്ളത്, അതായത് ഇപ്പോഴുള്ള ഭൂമി ഇതാ, ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ എന്തൊക്കെ പുതിയതായിട്ട് ഉണ്ടാകാൻ പോണം? ഉണ്ടാകാനുള്ളത് മുമ്പേ ഉണ്ടായിരുന്നത് തന്നെ. എന്നിട്ട് പറയാണ് ദൈവം എന്താ ചെയ്യണേ? കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. കേട്ടോ, ഒരു ശരിക്ക് റൈറ്റ് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത്. ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. ഇനി ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നു? ശലോമോന്റെ സമയത്ത് എഴുതി വെച്ചേക്കണേ. ഏകദേശം ക്രിസ്തുവിന് ഏകദേശം ഒരു 900 അല്ലെങ്കിൽ 950 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം എഴുതിയേക്കണേ. അതേ എഴുതി വെച്ചേക്കണേ. ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇനി ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നുവോ അതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. ദൈവം എന്താ ചെയ്യണമെന്ന് അറിയാമോ? പണ്ടുണ്ടായതിനെ ദൈവം വീണ്ടും അന്വേഷിക്കും. ആ അന്വേഷിച്ചത് റെഡിയാക്കിയിട്ടാണ് ഈ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതൊരു പ്രൊജക്റ്റാ ദൈവദാസനെ, തിരിച്ചറിയേ. ഇതാണ് വെളിപ്പാട് പുസ്തകം 21-5-6 ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. പൂർത്തിയായി. എന്നാ പൂർത്തിയായി? ദൈവത്തിന്റെ പ്രൊജക്ട്, പുതിയ പരിപാടി പൂർത്തിയായത്. എന്നിട്ട് എഴുതിയിരിക്കണം, ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു. അപ്പൊ നമ്മൾ മക്കള് ചേർന്ന് പ്രവർത്തിക്കണ്ടേ? ഇതൊന്നും അറിയാതെ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കും? അപ്പൊ ദൈവം നമുക്ക് പറഞ്ഞു തരികയാണ് ഈ സംഭവം. ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. എന്നിട്ട് അതുകൊണ്ടാണ് ബൈബിൾ ഈ വേർഡ് തന്നെ, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറക്കുന്നു. നിങ്ങൾ പിൻപിലുള്ളതിനെ, കാരണം ഈ ഭൂമി ഇതിന്റെ പുറകിലുള്ളത്, ഇതിനൊക്കെ ഞങ്ങൾ മറക്കുക. ഈ പുറകിലുള്ള പിശാച് നമ്മളെ പുറകിലേക്ക് പിടിക്കുക. ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ, എന്താ മുൻപിലുള്ളത്? സ്വർഗസ്ഥ പിതാവോടുകൂടെ ക്രിസ്തയേശുവിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ആ പുതിയ യെരൂശലേമിൽ വാഴുന്നു. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ മാത്രം അങ്ങോട്ട് പോകാൻ പറ്റൂ. ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ദൈവം കൊണ്ടാ വിളിച്ചേ പുതിയ യെരൂശലേമിലേക്ക്, പുതിയ ഭൂമിയിലേക്ക്, തന്റെ പുതിയ വീട്ടിലേക്ക് വിളിക്കുക.
ആ വിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. എന്റെ മക്കളെ, നമ്മൾ ഇതല്ലേ ചെയ്യണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും തോന്നണില്ലേ, എന്റെ ദൈവമേ, ഇത്രയും നാൾ ഞാനിത് അറിഞ്ഞില്ലല്ലോ, ഇനി എനിക്ക് അങ്ങോട്ടേക്ക് ഓടണമെന്ന്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം, ഒരു തിരിച്ചറിവുണ്ടാകണം. ഇത് നമുക്ക് മറ്റൊരു വചനത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധ പതറരുത്. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ശ്രദ്ധ പതറരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ ആണ് ദൈവം സംസാരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനമാണ് ഇടുന്നത്. അടിസ്ഥാനം ഇടുമ്പോ ഇതാ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ ഇതാ മുകളിലേക്ക് വേണമെങ്കിൽ പിടിഞ്ഞു താഴെ വീഴും. ഹല്ലേലൂയ. അടിസ്ഥാനം കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഇപ്പൊ മനസ്സിലാകുന്നത് ദൈവപ്രവൃത്തിയുടെ ഫാദേഴ്സ് ബിസിനസിന്റെ ആ ഫൗണ്ടേഷൻ കല്ലുകളാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവുണ്ടാകും. യഥാർത്ഥത്തിൽ ശലോമോൻ പറഞ്ഞത് ദൈവം ആദ്യം മുതൽ അവസാനം ചെയ്യുന്നത് മനുഷ്യർക്ക് മനസ്സിലാകത്തില്ലെന്ന്. ഹല്ലേലൂയ. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമുക്കിത് മനസ്സിലാക്കി തരിക. ശലോമോന് ഒരു കാര്യമായിട്ട് മനസ്സിലായിരുന്നില്ല, തന്റെ പുത്രന്റെ ആത്മാവിലൂടെ നമുക്കിത് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞത് ശലോമോന്റെ കാലത്തൊന്നും ഇത് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറയാണ്, കേറി വാ മക്കളെ എന്ന്. കേറി വാ മക്കളെ. ഹല്ലേലൂയ. ഇന്ന് പലർക്കും ചില സിനിമയുടെ അടിക്കുറപ്പിലൊക്കെ കാണാം, ആളിനെ അട്രാക്ട് ചെയ്യാൻ, എടാ മക്കളെ കേറി വാടാ എന്ന് പറയുന്നത് പോലെയാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഇതാ നിങ്ങൾ ക്രിസ്തുവോട് കൂടെ മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നത് ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്തപ്പേ. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ശത്രുക്കളെ പാദപീഠമാക്കാൻ വേണ്ടി ഇരിക്കുക. കേറി വാടാ മക്കളെ, അങ്ങോട്ടേക്ക് വാ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവെ പോലെ നിങ്ങൾ ശത്രുക്കളെ പാദപീഠമാക്കുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാതെ യേശുവെ അനുഗമിക്കുക, യേശുവിന്റെ പുറകെ ചെല്ലേ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് യേശുവിനോട് കൂടെ നമുക്ക് പ്രവർത്തിക്കാതെ, അല്ലാണ്ട് ചുമ്മാ ഈ സ്തുതിവാക്കുകൾ കൊണ്ട് മാത്രം എന്നാ കാര്യം? ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ചെയ്യാം ബ്രദറെ, ഞാൻ ഇങ്ങനെ ചെയ്യാം ബ്രദറെ, ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. എന്നാ ചെയ്യുന്നേ ചെയ്യാൻ വേണ്ടി വാ. ബി റെഡി. യേശുവിന്റെ പുറകെ. ഹല്ലേലൂയ. ഓരോ സ്റ്റെപ്പുകൾ എല്ലാ അൺസീൻ റിലത്തിലായി പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പോ ഇനി ഇതൊന്നും കൂടി കൺഫേം ചെയ്യാം. ഇതാ ശലോമോൻ പറയാണ്, അതിന്റെ 1-ാം അധ്യായം 9-ാം വാക്യം മുതൽ അദ്ദേഹം ഈ പറഞ്ഞത് വീണ്ടും ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഉണ്ടായിരുന്നത് ഉണ്ടാകാനുള്ളതാണ്. അതായത് ഈ മണ്ഡലത്തിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇവിടെ ഉണ്ടായിരുന്നൊക്കെ ദൈവം വീണ്ടും ഉണ്ടാക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്നില്ലേ, ദൂതന്മാരുടെ ലോകത്ത് ഉണ്ടായിരുന്നില്ലേ? ഈ ലോകത്തുണ്ടായിരുന്ന ആ ജീവജാലങ്ങളുടെ ഫോസിലുകളാണ് ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കണേ. പണ്ടത്തെ ഫോസിലുകളായി കണ്ടെത്തിക്കൊണ്ടിരിക്കണേ. ഇവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാനുള്ളതാണ്. ഹല്ലേലൂയ. അതായത് ചെയ്ത് കഴിഞ്ഞത് വീണ്ടും ഇവിടെ ചെയ്യാനുള്ളതാണ്. കാരണം ദൈവം കഴിഞ്ഞു പോയതിനെ വീണ്ടും അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവുകൊണ്ടാണ് അതിന്റെ വായിച്ചാട്ടെ, സഭാപ്രസംഗം 1:9. ഉണ്ടായിരുന്നതും ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞതും ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന് കീഴിൽ പുതുതായതൊന്നുമില്ല. തീർച്ചയാട്ടെ. കണ്ടോ, നമ്മൾ ഈ വസിക്കുന്ന ഇന്നത്തെ ഭൂമിയിലെ ഇവിടെയാണ് സൂര്യനും ചന്ദ്രനൊക്കെ ഉള്ളത്. ഇവിടെ അല്ലായിരുന്നു. കിട്ടിയോ? ഇവിടെ അതൊന്നുമില്ല. ഇവിടെയാണ് സൂര്യനും ചന്ദ്രനും. സൂര്യന്റെ കീഴിലുള്ള ഭൂമിയിൽ പുതിയതായി ഒന്നുമില്ല. എല്ലാം പണ്ടുണ്ടായ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റുന്നതേ ഉള്ളൂ. പിടുത്തം കിട്ടിയ ഓൾഡർ ജനറേഷൻ ഇങ്ങോട്ടേക്ക് മാറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഉണ്ടായിരുന്നത് എവിടെ? ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടാകാനുള്ളതാണ്. ചെയ്തു കഴിഞ്ഞത് എവിടെ? ഇവിടെ ചെയ്യാനുള്ളതാണ്. സൂര്യന്റെ കീഴിൽ പുതിയതായി ഒന്നുമില്ല. ഒരു തണ്ടറിങ് ന്യൂസാണ് അല്ലെ? ഒരു തണ്ടറിങ്. സൂര്യന്റെ കീഴിൽ പുതിയതൊന്നും നമുക്കിതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞുകൂടാ. സൂര്യന്റെ കീഴിൽ പുതിയതൊന്നുമില്ല. ബൈബിൾ ചെറിയൊരു ഗ്ലിംസ് നമുക്കിത് തരുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഒന്നുമില്ല. ഇനി ശ്രദ്ധിച്ചോട്ടെ, ഈ സൂര്യന്റെ കീഴിലുള്ള ഈ ഭൂമി നിലനിൽക്കത്തുമില്ല. ഇത് കാണുന്ന ടൈപ്പാ. ഒരല്പസമയത്തേക്ക് നമ്മളിവിടെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അടുത്ത ഉടനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളിത് വ്യക്തതയോടെ അറിയണം. ഇത് അറിയാതെ ഈ ലോകത്തെ സമൂഹത്തോട് ചേർന്ന് പോകുന്ന ഒരു തലമല്ല ദൈവത്തിൻ്റെത്. നമ്മൾ ഇവിടുന്ന് ഇതൊക്കെ പറഞ്ഞ ഈ ലോകത്തുനിന്ന് ഞാൻ നിങ്ങളെ വേർതിരിച്ചെടുത്തിരിക്കുന്നു, നിങ്ങൾ ഈ ലോകക്കാരല്ലെന്നേ. പക്ഷെ നമ്മൾക്ക് വീണ്ടും താല്പര്യം ഈ ലോകക്കാരാകാനാ.
കർത്താവ് എന്താ നമ്മൾ പറഞ്ഞു? ഈ ലോകത്തെയോ ലോകത്തുള്ളതിനെയോ നീ സ്നേഹിക്കരുത്. എന്താ കാര്യം? എന്താ കാര്യം? എന്ത് സ്നേഹിച്ചാലോ സ്വന്തമാക്കുന്ന ഒരു പരിപാടി നമുക്കില്ലേ? ഇന്ന് വീട്ടിലുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സ്നേഹിച്ചു സ്വന്തമാക്കിയതല്ലേ? കയ്യിലിരിക്കുന്ന എന്ത് സാധനങ്ങളൊക്കെ, മൊബൈൽ ആകട്ടെ മറ്റു പലതും ആകട്ടെ, ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയതല്ലേ? ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കരുതെന്നല്ല, സ്നേഹിച്ചാൽ നാം അതിനെ സ്വന്തമാക്കും. നമ്മൾ അതിനെ ഉപയോഗിച്ചോ, ദൈവത്തിന് നന്ദി പറഞ്ഞ് ഉപയോഗിച്ചോ. നമ്മുടെ സ്നേഹവും മുഴുവൻ നമ്മളുടെ ഈ ഒരു മണ്ഡലത്തിലാകരുത്. ഈ മണ്ഡലത്തിലായി നമ്മളോട് നിന്നു ഇങ്ങോട്ടേക്കായിരിക്കണം. ദൈവത്തെ, ദൈവരാജ്യം. ഇതാ കർത്താവ് യേശു പറഞ്ഞു, മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കുക, ഈ പറഞ്ഞ സംഭവം അന്വേഷിക്കുക. അതോടുകൂടി ഇവിടെ നിനക്ക് ജീവിക്കാനുള്ളത് ഓട്ടോമാറ്റിക് എത്തപ്പെടും. ഇതാണ് ആ മെത്തേഡ്. എന്റെ ജീവിതമാണ് ഞാൻ ഈ പറയുന്നത്. ഇതാണ് ആ മെത്തേഡ്. നിനക്ക് ഇവിടെ ജീവിക്കാൻ ഓട്ടോമാറ്റിക് നിന്റെ അപ്പനോട് എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അല്ലാണ്ട് നീ യജമാനെ നീക്കുവാൻ പോകുന്നു, ഇനി ഇവിടുത്തെ തൊഴിലാളിയെ കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം, സഭക്കാരെ കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് നടക്കരുത്. അവസാനം കുഞ്ഞെ നിന്റെ ഭാവി നഷ്ടമായി. ഹല്ലേലൂയ. യേശു പറഞ്ഞ വീടുകൾ ഓരോന്ന് ഏറ്റെടുത്ത് അതിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാ, ഉണ്ടായിരുന്നത്, ഉണ്ടാകാനുള്ളതും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതല്ല ഇനിയിപ്പോ ഇവിടെ ഉണ്ടാകും. ചെയ്തു കഴിഞ്ഞതൊക്കെ ഇവിടെ ചെയ്യും. സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നുമില്ല. ഒരു തണ്ടറിങ് വേടാണ്. സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നുമില്ല. അപ്പൊ നമുക്ക് കുറെ സംശയം ഉണ്ടാവും, അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു. എനിക്കറിയില്ല. ദൈവവചനം പറയാണ്, സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നും ഇല്ല. ഇനി അടുത്തത് വീണ്ടും പറയാണ്, അതിന് താഴേക്ക് അതിന്റെ 10-ാം വാക്യം വായിച്ചത് ദാസനെ. ഇപ്പൊ നമ്മൾ വായിച്ചതിന്റെ തൊട്ട് താഴെ ഒരു വാക്യം, 10-ാം വാക്യം, 1 സഭാപ്രസംഗം 1:10. ഇത് പുതിയതെന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്തെ തന്നെ അതുണ്ടായിരുന്നു. പുരാതനെ കുറിച്ച് ഇത് പുതിയതെന്ന് പറയത്തക്കവണ്ണം ഇവിടെ വല്ലതും ഉണ്ടോ? നമ്മളോട് ദൈവവചനം ചോദിക്കുക. ഇതാ, ഈ ഭൂമിയിൽ പുതിയതെന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? വീണ്ടും പറയാണ്, നമുക്ക് മുമ്പേ പണ്ടത്തെ കാലം. ഇതാണ് പണ്ടത്തെ കാലം. നമുക്ക് മുമ്പേ പണ്ടത്തെ കാലം. ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് മുമ്പേ പണ്ടത്തെ കാലം ഒന്ന് പറഞ്ഞേ. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് അതുണ്ടായിരുന്നു. സൂര്യന് കീഴിൽ പുതിയതായി ഒന്നുമില്ല. നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് അതുണ്ടായിരുന്നു. ഇത് വായിച്ചിട്ട് ഇനി ഫോസിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി, കാര്യം പിടുത്തം കിട്ടും. മനസ്സിലായ? 50 വർഷങ്ങൾ 50,000 വർഷം പഴക്കമുള്ള, 5 മില്യൺ വർഷം പഴക്കമുള്ള ഫോസിൽ കിട്ടി. ഒരു കുഴപ്പമില്ല. നമുക്ക് മുമ്പ് പണ്ടത്തെ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മുമ്പ് പണ്ടത്തെ കാലത്ത്, ഇത് ബൈബിള് ക്ലിയർ ആയിട്ടാണ്. നമുക്ക് മുമ്പ് പണ്ടത്തെ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. സൂര്യന്റെ കീഴിൽ പുതിയതാന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. ഹല്ലേലൂയ. ഒരു സംഭവമില്ല. നമുക്ക് മുമ്പ് പണ്ടത്തെ കാലത്ത് അതുണ്ടായിരുന്നു. ഇനി അടുത്ത എഴുതിയിരിക്കുകയാണ് അവിടെ, പുരാതന ജനത്തെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. ഇവിടെ ജനം എന്നുള്ള സംഭവം ഇല്ല കേട്ടോ, അത് മലയാളത്തിൽ കൂടി വന്നേക്കണാണ്. There is no remembrance of the former generation, അല്ലെങ്കിൽ former things. പഴയ ആ കാര്യത്തെ കുറിച്ച്, അവിടെ ഉണ്ടായവരെ കുറിച്ച് യാതൊരു ഓർമ്മയും ഇല്ല. ഇവിടെ ആരൊക്കെയാണെന്ന് യാതൊരു ഓർമ്മയും. ശലോമോൻ അറിഞ്ഞത് പറഞ്ഞു. പക്ഷെ ബൈബിൾ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഈ ലോകത്ത് ദൂതന്മാരായിരുന്നു, ഈ മണ്ഡല ദൂതന്മാരായിരുന്നു. നമുക്കത് പുറകെ പിടിക്കാം. അപ്പോ ഇവിടെ ദൂതന്മാരായിരുന്നു. അവരാണ് ഇന്നത്തെ പിശാചിക്കാർ. അവിടെയുള്ള അനുസരണം കേട്ടവരാണ് ഇന്നത്തെ പിശാചോ അവന്റെ കിങ്കരന്മാരായിട്ട് നിലകൊള്ളുന്നത്. ഹല്ലേലൂയ. അവർ ഏദൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. ഏദൻ ആദത്തെ നിർത്തിയിരുന്ന സ്ഥലത്തായിരുന്നു. ആദത്തെ നിർത്തിയ ഒരു സ്ഥലത്തായിരുന്നു അവരെ ദൈവം നിർത്തിയിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോ പുരാതന ജനത്തെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. വരുവാനുള്ളവരെ കുറിച്ച്, പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മ ഉണ്ടാകുകയില്ല. അപ്പൊ ഈ ഒരു മണ്ഡലത്തിൽ ആരാണ് എന്താണെന്ന് ഓർമ്മയില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്.
സൂര്യന്റെ കീഴിലുള്ള ഈ ഭൂമിയിൽ പുതിയതായി ഒന്നുമില്ല. ഇതൊക്കെ പണ്ടത്തെ ലോകത്ത് ഉണ്ടായിരുന്നത് തന്നെയാണ് ഇങ്ങോട്ടേക്ക് മാറുന്നത്. ഹല്ലേലൂയ. ഓ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം, ഇത് നിങ്ങൾ ആ വചനം വായിച്ചു ഉറപ്പിക്കണം. കാരണം ഇതൊന്നും നമുക്ക് യാതൊരു പരിചയവും ഇല്ല, നമ്മുടെ ബൈബിൾ കോളേജുകളിലോ കാര്യങ്ങളിലോ ഒന്നും പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രൊജക്ട് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോ നമുക്ക് മുമ്പ് പണ്ടത്തെ കാലത്തൊരു ലോകം, പണ്ടത്തെ കാലത്തൊരു ലോകം. ഈ ലോകം ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ വചനത്താലാണ്. ഉൽപ്പത്തി 1:1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. പക്ഷേ ചില കാരണങ്ങളാണ്. അത് കഴിഞ്ഞ് ചില ദൈവദാസന്മാർ പറയുന്ന ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യവും 1-ാം അധ്യായം 2-ാം വാക്യവും തമ്മിൽ വളരെ ബില്യൺ വർഷങ്ങളുടെ അന്തരം ഉണ്ടെന്നായി പറയണേ. ഹല്ലേലൂയ. എന്നിട്ടാണ് അവിടെ പറയുന്നത് ഭൂമി പാഴായും ശൂന്യവുമായും തീർന്നു. ഹല്ലേലൂയ. അവിടുത്തെ ഗ്രാമർ കറക്റ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാഴായും ശൂന്യവുമായും തീർന്നു. അങ്ങനെ ദൈവം ഉണ്ടാക്കി. ദൈവം ഒരിക്കലും ഒന്നും ചീത്തയായിട്ട് ഉണ്ടാക്കത്തില്ല. കാരണം ദൈവം ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ്. ദൈവം ഉണ്ടാക്കുന്നത്, ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു, ചീത്തയായിട്ട് ഉണ്ടാക്കി പിന്നെ അത് റിപ്പയർ ചെയ്തെടുക്കുക, അങ്ങനെ പരിപാടിയൊന്നുമല്ല. യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടാക്കിയതൊക്കെ നല്ലതാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം പ്രവാചക പുസ്തകത്തിൽ, ദൈവം ഭൂമിയെ ഉണ്ടാക്കി, അത് പാഴായിട്ടല്ല ഉണ്ടാക്കിയത്, പാർപ്പിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ആരെയാണ് ഇവിടെ പാർപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചക പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോ ഇവിടെ പാർപ്പിച്ചത് കെരൂബിനെയാണ്, കെരൂബ് വർഗത്തെയാണ്. അവരെ പാർപ്പിച്ച സ്ഥലത്തിന്റെ പേരാണ് ഏദൻ. നിങ്ങൾക്ക് ആദ്യത്തെ പാർപ്പിച്ച അവിടെയാണോ? അതെ, ആദ്യത്തെയും പാർപ്പിച്ച അവിടെ തന്നെ. നമുക്ക് അങ്ങോട്ടേക്ക് വരാം. അപ്പോ ഈ ഒരു മണ്ഡലം ദൈവം ഭൂമിയെ ഉണ്ടാക്കിയത് വ്യർത്ഥമായിട്ടല്ല, ഭൂമി ഉണ്ടാക്കിയ പാർപ്പിനായിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ അത് പാഴ് ശൂന്യവുമായി തീർന്നു. ദൈവം അങ്ങനെ പാഴ് ശൂന്യവുമായി തീർന്ന ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിച്ചു. വെള്ളം കൊണ്ട് ശിക്ഷാവിധിയിലേക്ക് കടന്നു. എത്ര വർഷം കിടന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഭൂമിയെയാണ് സ്വർഗത്തിലെ ദൈവം ഉൽപ്പത്തി 2 മുതൽ ഉദ്ധരിച്ചെടുക്കുന്നത്. എവിടെ നിന്ന്? വെള്ളത്തിൽ നിന്ന്. വെള്ളത്തിൽ നിന്നും വെള്ളത്തിലും ഉളവായ ഭൂമി. ഇന്ന് നോക്കിയോ, ഭൂമി എവിടെ നിൽക്കണേ? വെള്ളത്തിലാണ് നിൽക്കണേ. ഭൂമി നിൽക്കണ വെള്ളത്തിലാ. ഹല്ലേലൂയ. ഭൂമിയുടെ പ്രധാന ഭാഗവും വെള്ളമാണ്. ആ വെള്ളത്തിലാണ് ഭൂമി നിൽക്കുന്നത്. വെള്ളത്തിൽ നിന്നും വെള്ളത്താലും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ആ ക്രിയേഷൻ വരുമ്പോ ദൈവം വെള്ളത്തെ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു ഭാഗം വെള്ളത്തെ മുകളിലേക്ക് വിട്ടു, ഒരു ഭാഗം വെള്ളം താഴെയും. വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വിധാനത്തിന് ദൈവം ആകാശം എന്ന് പേരിട്ടു. ഈ ആകാശത്തിലേക്ക് ഈ ഇവിടുത്തെ ഭരണാധികാരി ഇവർ ശിക്ഷയിൽ ശിക്ഷിക്കപ്പെട്ട യുവന്മാരെയൊക്കെ, ശിക്ഷയിൽ വിധിയിൽ വിതച്ച യുവന്മാരെയൊക്കെ ആകാശത്തിലേക്ക് മാറ്റി. താഴെ ഭൂമി റെഡിയാക്കി. വെള്ളം ഒരു സൈഡിലേക്ക് മാറട്ടെ എന്ന് പറഞ്ഞു. ഭൂമി റെഡിയാക്കി അവിടെ പുതിയ കുടിയാന്മാരായ മനുഷ്യരെ ഒരുക്കി. ഹല്ലേലൂയ. മനുഷ്യരെ ഭൂമിയിൽ, പിശാചിനും കൂട്ടരെയും ഭൂമിയിലേക്ക് ഇതാ വീണ്ടും ഈ മനുഷ്യരൂപത്തിൽ വരാൻ പെർമിഷൻ ഇല്ല. വാഴ്ച കാത്തുകൊള്ളാതെ വന്നാൽ ശിക്ഷയിലേക്ക് കയറുകയും ചെയ്യും. ദൈവത്തിന്റെ പെർമിഷൻ ഉള്ളവർക്ക്, ദൂതന്മാർക്ക് മാത്രമേ ഇവിടെ ശരീരത്തിൽ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവൻ ഭയങ്കര കൊതിയുള്ളവനാ. അതുകൊണ്ടാണ് പലരുടെ ഉള്ളിലും പിശാചി കയറി കിടന്ന് വിളയണേ. കണ്ടിട്ടില്ലേ? ദൈവ ശുശ്രൂഷ വരുമ്പോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോ ചിലൊക്കെ പടഞ്ഞ് താഴെ വീഴുന്നതും പിടച്ച് കിടന്ന് പിടയ്ക്കണതും, ഞാൻ ഇന്ന ആളാന്നൊക്കെ പറഞ്ഞ് വെളിപ്പെട്ട് വരുന്നേ വേറെ ആരുമല്ല. ദൈവന്മാര് പലരും ശരീരത്തിനുള്ളിലേക്ക്, മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് കയറുന്നതാ. ഇവന്മാര്, അതായത് പിശാചുക്കളും ദൂതന്മാര് പലരും മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ കയറി അങ്ങ് വിലസാൻ ശ്രമിക്കുകയാണ്. കാരണം ഇവനൊരു മനുഷ്യ ശരീരം അന്വേഷിച്ച് ഓടി നടക്കുക, ഈ ഭൂമിയിൽ ഒന്ന് വെളിപ്പെടാൻ തക്കവണ്ണം. ഇതാണ് ലീജിയൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഞങ്ങൾ 6000 ഭൂതങ്ങളുണ്ട് ഈ മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ കയറി കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, സ്പിരിറ്റുകൾക്ക് ഭൂമിയിൽ വെളിപ്പെടണമെങ്കിൽ ലൈസൻസ് വേണം. ആ ലൈസൻസ് ആണ് ഹ്യൂമൻ ബോഡി. അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പന്നികളുടെ ബോഡിയോ അല്ലെങ്കിൽ പൂച്ചയുടെ ബോഡിയോ എന്തെങ്കിലുമൊക്കെ സെക്കൻഡ് പ്രയോറിറ്റിയാ. അവർക്ക് ബോഡി ഉണ്ടെങ്കിൽ ഇവിടെ വെളിപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ഒരു 2 മണ്ഡലം നമ്മൾ മനസ്സിലാക്കുക. ആദ്യത്തേത് ദൂതന്മാരുടെ ഭൂമിയാണ്. അടുത്ത സന്ദേശത്ത് നമുക്ക് അതിനെ കുറിച്ചൊക്കെ, നമുക്ക് ഇപ്പോ കൂടുതൽ സമയം ഇല്ലാത്തതുകൊണ്ട് അടുത്ത സന്ദേശം കൂടുതൽ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം. ആദ്യത്തേത് ദൂതന്മാരുടെ ഭൂമിയാണ്. രണ്ടാമത്തേത് ഈ നമ്മൾ ഇന്നായിരിക്കുന്ന ദൈവം വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലും ഉളവാക്കിയ സൂര്യന്റെ കീഴിലുള്ള മനുഷ്യ താമസിക്കുന്ന ഭൂമിയാണ്. അതാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇനി വരാൻ പോകുന്നത്
മനുഷ്യരുടെ അല്ല, ഈ ഇവിടെ നിന്ന് ജയം പ്രാപിച്ച് ദൈവപുത്രന്മാരായ മനുഷ്യർ, അതായത് യേശു ക്രിസ്തുവിന്റെ തലമുറ, ഗോഡ്സ് ജനറേഷൻ, അവരായിരിക്കും ഈ മൂന്നാം ഭൂമിയിലേക്ക്, പുതിയ യെരൂശലേമും പുതിയ ഭൂമിയും ആയി വരുന്ന, പുതിയ ആകാശവും വരുന്ന ആ മണ്ഡലത്തിൽ നമ്മൾ സ്വർഗസ്ഥ പിതാവോടുകൂടെ ക്രിസ്തുവിൽ ജീവിക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ. അപ്പോ ഈ ഒന്നാമത്തവൻ എന്നാ ചെയ്യും? അവന് ശിക്ഷ വിധിക്കപ്പെടും. അവൻ നിത്യമായ തീപ്പൊയ്യിലേക്ക് പിശാചും കൂട്ടരും തള്ളപ്പെടും. അവനോടുകൂടെ ഇവിടെ അവന്റെ സൈഡായിരുന്ന എല്ലാ മനുഷ്യരെയും അവരെ തള്ളപ്പെടും. പിശാചിനും തന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയുന്ന ആ വചനം നിവൃത്തിയാകും. തുടർന്ന് ഇതെല്ലാം പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. ദൈവം പറയുന്നത് ഞാൻ സകലതും പുതിയതാക്കി. അവിടെ നമ്മൾ ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവോടുകൂടെ പിതാവുമായി ഒന്നായി ജീവിക്കും. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് ആരും യോഹന്നാൻ 10:30 യേശു പറഞ്ഞു ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞപ്പോ പിശാച് അവന്റെ ആളിൽ അത് കട്ടിന്നെടുത്തുകൊണ്ട് പോയി യേശു ആണ് പിതാവ് എന്നും പറഞ്ഞ് മാറ്റിയതുപോലെ ആകരുത്. പകരം യോഹന്നാൻ 17:11, യോഹന്നാൻ 17:21, യോഹന്നാൻ 17:23 യേശു തുറന്നു പറയാണ് ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നായി തീരണം, ഒരു കുടുംബമായി തീരണം. ഇത് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ എല്ലാവരും ശ്രമിക്കുക. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കള്ള സുവിശേഷത്തിൽ വീണു പോകരുത്. ഇതാ മറ്റ് ഏതെങ്കിലും ജാതിയിലാണെന്നെങ്കിൽ വീണ്ടും പ്രത്യാശയുണ്ട്. കള്ള സുവിശേഷത്തിൽ വീഴുന്നവർക്ക് അത് കൂരാക്കൂരിട്ടാണ്. അവിടെ പ്രത്യാശ ഇല്ല. എങ്കിലും നിങ്ങളെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവിടെ നിന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു തണ്ടറിങ് ന്യൂസ് ആയിരിക്കാം. എന്നാൽ വീണ്ടും വീണ്ടും മുട്ടുമൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ വചനം കേൾക്കുക, വിശുദ്ധ ബൈബിൾ എടുത്ത് അത് അങ്ങനെ തന്നെയൊന്ന് ബരോവിലുള്ളവരെ പോലെ നോക്കി ഉറപ്പിക്കുക. നമുക്ക് വേണ്ടത് പിൻപിലുള്ളതല്ല, ഇപ്പോഴുള്ളതല്ല, മുൻപിലുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ളതെല്ലാം സെക്കൻഡറി ആക്കിക്കൊണ്ട് പിൻപിലുള്ളത് മറക്കുക, ഇപ്പോഴുള്ളത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ, പുതിയ യെരൂശലേമിൽ ദൈവത്തോടുകൂടെ ക്രിസ്തു വസിക്കുന്ന മുൻപിലുള്ളത് ലക്ഷ്യമാക്കി ദൈവ കുടുംബമായി തീരുവാൻ നമുക്ക് ക്രിസ്തുവെ അനുഗമിച്ച് യാത്രയാകാം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെ ക്രിസ്തു മുഖാന്തരം നമുക്ക് ഏകാത്മാവിൽ പിതാവിങ്കലേക്ക്, എങ്ങോട്ട്? ഇന്ന് പലരും മറന്നു കളഞ്ഞ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. അതുകൊണ്ട് ആ പ്രവേശനം പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുതേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഈ പ്രത്യാശ, ഈ വാഗ്ദത്തം നമുക്കുണ്ട്. പക്ഷെ അനുസരണക്കേട് നിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ ആ സ്വർഗീയ പിതാവോടുകൂടി ഒരു നിത്യ സബത്തിലേക്ക് നമ്മൾ ക്രിസ്തുവിൽ പ്രവേശിക്കുകയാണ്. സബത്ത് എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? കൂടെ ഇരിക്കുക. ആരോട്? ദൈവത്തോട് കൂടെ ഇരിക്കുക. എങ്ങനെ? ആ ക്രിസ്തു യേശുവിലൂടെ. അങ്ങനെ സ്വർഗീയ പിതാവ് ക്രിസ്തു ഒന്നായിരിക്കുന്ന സബത്തായിരിക്കുന്നത് പോലെ നമ്മൾ ക്രിസ്തു സ്വർഗീയ പിതാവോട് ഒന്നായി ഒരു സബത്തായി ഒരു കുടുംബമായി തീരുക. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെ ദൈവജനത്തിന് ഒരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ആ സബത്ത് അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. പക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും കിട്ടാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുവെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവജനം, നമ്മൾ എക്സ് ഗ്രൂപ്പും ഇസഡ് ഗ്രൂപ്പും വൈ ഗ്രൂപ്പും അല്ല, നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ കുടുംബമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം തല്ലുപിടിക്കാതെ ആ ക്രിസ്തു എന്ന ഫൗണ്ടേഷനിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ മനസ്സ് ഇതിൽ ഏകീഭവിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യേശുവെ അനുഗമിച്ച് സ്വർഗീയ പിതാവിങ്കിലേക്ക് യാത്രയാകാം, പരസ്പരം സ്നേഹിക്കാം. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുവാനായിട്ട് ഇടയാകും, തല്ലുപിടിക്കുമ്പോഴല്ല. അതുകൊണ്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, യേശുവെ അനുഗമിച്ച് ഇതാ ആ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് യാത്രയാണ്. ക്രിസ്തുവിൽ ഞാൻ എന്റെ നാട്ടിലേക്ക് എന്നപ്പന്റെ അടുക്കലെ യാത്രയെങ്കിൽ സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴോ ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട് പിതാവിനോടും പുത്രനോടും ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എൻ ദൈവത്തോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണ്. ഈ ലോകം വെറുത്ത്, പിൻപിലുള്ളതിനെ വെറുത്ത് ക്രിസ്തുവെ സ്നേഹിച്ച് ക്രിസ്തുവെ അനുഗമിച്ച് നമുക്ക് നമ്മുടെ അപ്പയുടെ അടുക്കിലേക്ക് യാത്ര. ഇതാണ് യേശു ക്രിസ്തുവോട് ആവശ്യപ്പെട്ടത്. ഫോളോ മീ, ഫോളോ മീ, ഫോളോ മീ. എന്നാൽ നമ്മൾ അതിനെ ലഘൂകരിച്ച് നമുക്ക് സൗകര്യപ്രദം അതിനെ സ്തുതി എന്നാക്കി മാറ്റി. ഇല്ല മക്കളെ, യേശു ഒരിക്കലും നമ്മുടെ അതല്ല ആവശ്യപ്പെട്ടത്. നമ്മളെയും കൊണ്ട് പിതാവിന്റെ അടുക്കൽ എത്തിക്കണം.
അവസാനം പിതാവിന് വേണ്ടി തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ രക്തത്താൽ സകല വംശത്തിലും ഗോത്രത്തിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആർക്കു വേണ്ടിയോ വിലയ്ക്ക് വാങ്ങിയ ആ അപ്പനെ കൊണ്ട് എത്തിക്കണ്ടേ നമ്മളെ? സ്വന്തം രാജ്യക്കാരായ നമ്മളെ ദൈവരാജ്യക്കാരാക്കി അപ്പന്റെ അടുക്കൽ എത്തിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എല്ലാ ശത്രുക്കളെയും നീക്കിയിട്ട് ക്രിസ്തു രാജ്യം, അതായത് നമ്മളെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അങ്ങനെ പിതാവിന് വേണ്ടി വാങ്ങിച്ചത് പിതാവിന് വേണ്ടി ഏൽപ്പിക്കുക. നമുക്ക് യേശുവിനെ അനുഗമിക്കാം. ഒരു തീരുമാനം എടുക്കാം. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഇതിന്റെ കുറ്റവും കണ്ടുപിടിക്കുന്ന പിശാചിന്റെ മക്കളിൽ ഒരുവനായി ഞാൻ മാറാതെ ഇതാ ക്രിസ്തുവിൽ ആ പൂർണ്ണതയിലേക്ക് അപ്പന്റെ അടുക്കലേക്ക് യാത്ര ചെയ്യും. അങ്ങ് എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇത് വെളിപ്പെട്ട് വന്നിട്ടില്ല, ദൈവത്തോട് പറയാം, എന്റെ അപ്പ എനിക്കത് വെളിപ്പെടുത്തി തരണേ. അങ്ങ് ആഗ്രഹിക്കുന്ന തലത്തിൽ വെളിപ്പെടുത്തി തരണേ. ദൈവത്തിന്റെ ആ മഹാപദ്ധതി സൽമാൻ പറയുന്നു, ദൈവം ആദ്യം മുതൽ അവസാനം വരെ ചെയ്യുന്നത് മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ ഇന്ന് എന്റെ പ്രിയ നിങ്ങളെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച നിങ്ങൾ മനുഷ്യരുടെ ക്ലാസ്സിൽ നിന്ന് ഇതാ ദൈവപുത്രന്റെ ക്ലാസ്സിലേക്ക് മാറി. ആത്മീയ എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കളെന്ന് വിളിക്കണം. ഇന്ന് നമ്മുടെ ജ്ഞാനം ക്രിസ്തുവിന്റെ ജ്ഞാനമാണ്. ക്രിസ്തുവിന്റെ ജ്ഞാനം സ്വർഗീയ പിതാവിന്റെ ജ്ഞാനം. നമ്മുടെ ജ്ഞാനം സ്വർഗീയ പിതാവിന്റെ ജ്ഞാനം. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും ദൈവത്തിൽ നിന്ന് വീണ്ടെടുപ്പും ദൈവത്തിൽ നിന്ന് എല്ലാമായി തീർന്നു. അതുകൊണ്ട് ആ ക്രിസ്തുവിൽ സ്വർഗീയ ആത്മീയ അവകാശങ്ങൾ നമുക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവെ അനുഗമിച്ച് ലക്ഷ്യത്തിലെത്തുവാൻ എല്ലാവരും സ്നേഹിച്ച് നമുക്ക് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദിയോടെ ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വരം ലഭിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന മന്ന ഇന്ന് ട്യൂൺ ചെയ്യപ്പെട്ട ഈ മക്കൾക്ക് ഇനി ധാരാളം കേൾക്കാൻ പോകുന്നു, അവർക്കും അങ്ങ് കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പ അവർ ഇതുവരെയും അറിഞ്ഞതും കണ്ടതും വിഗ്രഹാരാധന പോലെ അപ്പ മറ്റൊരു തലത്തിൽ ഇരുന്ന തലവും ഒക്കെ വിട്ടിട്ട് ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്താനുരൂപതയിൽ പൂർണ്ണരാകുവാൻ അവരെ സഹായിക്കണമേ. അപ്പ ഇനിയും പിശാചിയുടെ ആളുകളും മക്കളെ വലിച്ചുകൊണ്ട് പോകാൻ ഇടയാകരുതേ. സാക്ഷാൽ ക്രിസ്തുവെ അനുഗമിച്ച് അങ്ങയുടെ വേർതിരുത്ത മക്കളെ സഹായിക്കണം. എല്ലാവരും സ്നേഹിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഉപദ്രവിക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം തിരിച്ചറിയട്ടെ അങ്ങയുടെ വചനസത്യം. അവര് ലോകത്തിന് വെളിച്ചമായി തീരുക. അപ്പൊ അങ്ങ് സഹായിക്കണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങ് ഉപയോഗിച്ച ഞങ്ങളുടെ ദാസൻ സാജുവിനായ സ്തോത്രം, പ്രവൃത്തികൾക്കായ സ്തോത്രം, കുടുംബത്തിനായ സ്തോത്രം, എല്ലാ മേഖലയിലും കർത്താവേ ഈ ഒരു സന്ദേശം ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ പ്രിയ മകന്റെ ഹൃദയത്തിൽ കൊടുത്ത ആ ബോധ്യം ആ മകന്റെ ജീവിതത്തിൽ ഒരു വമ്പൻ വഴിത്തിരിവായി മാറട്ടെ. കുടുംബത്തിന് വമ്പൻ വഴിത്തിരിവായി മാറട്ടെ. ശുശ്രൂഷയ്ക്ക് വമ്പൻ വഴിത്തിരിവായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ ശുശ്രൂഷ ഇപ്പോഴും തുടർന്നും ശ്രമിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സാന്നിധ്യം തേച്ച് മക്കളോട് കൂട്ടായിരിക്കണമേ. ഈ ലോകം ഞങ്ങളുടേതല്ല. ഇവിടെ ഞങ്ങൾ പ്രവാസികൾ മാത്രമാണ്. ഞങ്ങളുടെ ഭവനം അങ്ങയുടെ ഭവനം, ഞങ്ങളുടെ പപ്പായുടെ ഭവനം. അങ്ങോട്ടേക്ക് പോകുവാൻ, അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാൻ സ്വപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചതിനായി, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചതിനായി നന്ദി. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഭാരത്തോടെ, വ്യസനത്തോടെ, സങ്കടത്തോടെ ആരെങ്കിലും ഇപ്പൊ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ നാമത്തിലെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ഭാരങ്ങളും യേശു ക്രിസ്തുവിന്റെ ആ ചുമലിലേക്ക് മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ അടിപ്പെടുന്ന എല്ലാ രോഗങ്ങളും ഇപ്പോൾ മാറ്റപ്പെടുവാനിടയാകട്ടെ. ദൈവജനത്തിന്റെ ഹൃദയം ദൈവ സമാധാനത്തെ നിറയട്ടെ. അത് ഇപ്പോഴും മാത്രമല്ല, ഈ ശുശ്രൂഷ എപ്പോഴേക്ക് ജനം അനുഭവിക്കുന്നു അപ്പോഴെല്ലാം ഈ ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സൗഖ്യവും നിങ്ങളുടെ മേൽ നിറഞ്ഞു വാഴുവാനായിട്ട് ഇടയാകട്ടെ. അതിനെ നിങ്ങൾ അനുഗ്രഹിക്കുന്നു. സർവ്വമഹത്വ സ്വർഗീയ പിതാവ് യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ട്യൂൺ ചെയ്ത് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. മറക്കരുത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദൈവദാസന്മാർക്ക് ഇവിടെ എറണാകുളത്ത് പ്രാർത്ഥനാലയത്തിൽ കഴിഞ്ഞ 22 വർഷത്തിലധികമായി, 23 വർഷത്തിലധികമായി ഇപ്പോ നടക്കുന്ന ഒരു കാര്യമാണ് എല്ലാ മാസവും ആദ്യ ആഴ്ചയിലെ റിട്രീറ്റ്. പ്രത്യേകിച്ച് ദൈവരാജ്യത്തിന്റെ മൊഴികളാണ് ഇവിടെ പറയുന്നത്. ബൈബിൾ കോളേജിലെ സിലബസുകളിൽ കിട്ടാത്തത്, ഈ ലോകത്തിലെ സഭകളിൽ നല്ലൊരുവെങ്കിലും കിട്ടാത്തത് ദൈവദാസന്മാർ കടന്നു വരിക, ഇത് കേൾക്കുക, പ്രാപിക്കുക. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഒരു പ്രായമുള്ള കഴിഞ്ഞ ധ്യാനത്തിന്
എക്കോ കയറി. ഓക്കെ, പറഞ്ഞു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് മറക്കരുത്, ദൈവം ഇങ്ങനൊരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ല എന്ന് ആരും പറയുവാനായിട്ട് ഇടയാകരുത്. ദൈവങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സാജു 2 മണിക്കൂർ ആകുമ്പോഴേ അത് അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ഇന്നത്തെ മീറ്റിങ്ങിൽ സംസാരിച്ച കർത്താവിൻ്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. 10:30 നമുക്ക് വീണ്ടും ലൈവ് ഉണ്ട്. എല്ലാവരും അതിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ താങ്ക് യു.